بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ ഒരു ഭവനത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാനും കുറച്ച് ദിവസങ്ങളിൽ ഇവിടെ താമസിക്കാനും അവൻ്റെ ദീനിനെക്കുറിച്ച് കേൾക്കാനും ചർച്ച ചെയ്യാനുമുള്ള തൗഫീഖ് ലഭിക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ നാം അല്ലാഹുവിനെ ധാരാളമായി സ്തുതിക്കണം. നമ്മളൊക്കെ നിങ്ങൾ നോട്ടും ബുക്കൊന്നും വേണ്ട, എഴുതൊന്നും വേണ്ട, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. എഴുതാൻ മാത്രമൊന്നും ഞാൻ പറയണില്ല, പൊതുവായിട്ടുള്ള ചില ഉപദേശങ്ങൾ മാത്രമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും രണ്ട് അവസ്ഥകളുണ്ടാവും പ്രധാനമായിട്ട്. ഒന്ന്, അവൻ ഒറ്റക്കാകുന്ന ഒരു സന്ദർഭവും, രണ്ട്, ആളുകളോടൊപ്പം ആകുന്ന സമയവും. ഇപ്പം നമ്മൾ ഒറ്റക്ക് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ റൂമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ടാകും. നമ്മളുടെ കുടുംബക്കാരുടെ കൂടെ, കൂട്ടുകാരുടെ കൂടെ, അതുപോലെയെല്ലാം ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ടാവും. നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആ രണ്ട് സന്ദർഭങ്ങളിലും നമ്മൾ ഒരേപോലെ തന്നെയാണ്, അതല്ല വ്യത്യസ്തരാണോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ പലപ്പോഴും ഒറ്റക്കാകുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കും. നമ്മളോട് തന്നെ സംസാരിക്കാറില്ലേ? നമ്മളതിന് ചിന്തിക്കുക എന്നൊക്കെ പറയും. ശരിക്കും ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളോട് തന്നെ നടത്തുന്ന ഒരു സംസാരമാണ് എന്ത്? ചിന്ത എന്നുള്ളത്. ചിന്തിക്കുന്നതിന് ഭാഷയുണ്ട്. നമ്മൾ വിചാരിക്കും ചിന്ത എന്ന് പറഞ്ഞാൽ വേറെന്തോ ഒരു കാര്യമാണ്, അതിന് ഭാഷ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. പക്ഷെ ചിന്തിക്കുന്നതിന് ഭാഷയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ശബ്ദം ഉണ്ടാക്കരുത്, എല്ലാവരും പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ മലയാളികളുണ്ട്, ഇവിടെ വേറൊരു നാട്ടിൽ നിന്ന് ഒരാളുണ്ട് വിചാരിക്കുക, ഒരു ഹിന്ദിക്കാരനായിട്ടുള്ള ഒരു കുട്ടിയുണ്ട് വിചാരിക്കാം. നമ്മൾ ചിന്തിക്കുന്ന ഭാഷയിലാണോ അവൻ ചിന്തിക്കുക? അല്ല. നമ്മൾ മലയാളത്തിൽ ചിന്തിക്കും, അവൻ ഹിന്ദിയിൽ ചിന്തിക്കും. ഇനി ഒരാൾ തന്നെ, ഒരാൾക്ക് 2-3 ഭാഷകൾ അറിയാം, ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയാം, അറബി അറിയാം. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം? മലയാളത്തിൽ ചിന്തിക്കാം, ഇംഗ്ലീഷിൽ ചിന്തിക്കാം, അറബിയിൽ ചിന്തിക്കാം. അപ്പോൾ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് നടത്തുന്ന ഒരു സംസാരമാണ്. അപ്പം അങ്ങനെ ചിന്തിക്കാത്ത, സംസാരിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. സ്വന്തത്തിനോട് സംസാരിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ സ്വന്തത്തിനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ ഒരു സമയത്ത്, അങ്ങനെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്ന സമയത്ത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ നമ്മോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ, എൻ്റെ ജീവിതം എന്തിനാണ്, ഞാൻ എന്തിനായി ജീവിക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരുന്ന് നമ്മൾ നമ്മോട് തന്നെ സംസാരിക്കുന്ന സമയത്ത്, ചിന്തിക്കുന്ന സമയത്ത്, എൻ്റെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കൽ ഞാനൊരു ട്രെയിനിൽ യാത്ര ചെയ്യാം. അപ്പോൾ ഒരു സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ കയറാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുമ്പോൾ എറണാകുളം ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ട്രെയിൻ വന്നു, നല്ല തിരക്കുണ്ട്. അപ്പോൾ ട്രെയിനിൽ കയറി പരിചയമുള്ള ആളുകൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ ജനലിൽ വല്ല സീറ്റും ഉണ്ടെങ്കിൽ ജനലിൻ്റെ ഉള്ളിൽ എന്തിടും, ബാഗ് എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ സ്ഥലം പിടിക്കും. പിന്നെ തിരക്ക് കഴിഞ്ഞ് കയറിയിട്ട് അവിടെ ആളുണ്ടെന്ന് അറിയിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ എവിടെയെങ്കിലും ബാഗ് ഇട്ട് വെക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്ന സമയത്ത്
അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്ന സിംഗിൾ സീറ്റ് ഉണ്ടാവുമല്ലോ ട്രെയിനിൽ. അപ്പോൾ അതിൽ ഒരു സൈഡിൽ ഒരാളുണ്ട്. അയാൾ എൻ്റെ ബാഗ് അയാളുടെ ഭാഗത്തുകൂടെ വാങ്ങിയിട്ട് എനിക്ക് അപ്പുറത്ത് വെച്ച സീറ്റ് പിടിച്ചു തന്നു. അപ്പോൾ അങ്ങനെ ഞാൻ തിരക്ക് കഴിഞ്ഞ് ഉള്ളിൽ കയറി നിന്നപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ നമുക്കൊരു ഹെൽപ്പ് ചെയ്തതാണ്. നമ്മൾ എന്ത് ചെയ്യും? സംസാരിക്കും. അല്ലാതെ ഞാൻ അങ്ങനെ ആരോടും സംസാരിക്കുന്നില്ല ട്രെയിനിൽ. പക്ഷേ അയാൾ ഹെൽപ്പ് ചെയ്താണല്ലോ വെച്ചിട്ട് സംസാരിച്ചു. മുസ്ലിമാണ്, അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അയാൾ എങ്ങടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എറണാകുളം ഭാഗത്ത് ലക്ഷോറോ മറ്റോ ഏതൊരു ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം ചോദിച്ചപ്പോൾ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ കിഡ്നി രണ്ടും ഫെയിലിയർ ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? കിഡ്നി മാറ്റി വെച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരു ഹോസ്പിറ്റലിൽ മാത്രമാണ് കുടുംബക്കാരുടെ അല്ലാത്ത പുറത്തുനിന്നുള്ള കിഡ്നി വെച്ചിട്ട് സർജറി ചെയ്തു കൊടുക്കുള്ളൂ. ബാക്കിയുള്ള നമ്മുടെ ഈ ഭാഗത്തുള്ള ഹോസ്പിറ്റലൊക്കെ കുടുംബക്കാരുടെ കിഡ്നി മാത്രമേ പകരം വെക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ഒരാളുടെ കിഡ്നി പോയാൽ അവിടെ ഉപ്പാൻ്റെ സഹോദരനെ ഉമ്മാൻ്റെയോ അങ്ങനെയുള്ള കിഡ്നി വെക്കുക. ബാക്കിൽ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വെക്കുന്നത് ഒരു ഹോസ്പിറ്റൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഗൾഫിലായിരുന്നു, കിഡ്നി രണ്ടും അടിച്ചു പോയി. അങ്ങനെ വന്ന് നാട്ടിൽ വന്ന് ഈ ഒരു സർജറി ചെയ്ത് അപ്പോൾ അതിൻ്റെ ചെക്കപ്പിനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു കിഡ്നി നിങ്ങൾ ആരുടെയാണ് വെച്ചത്? പറഞ്ഞു പുറത്തുനിന്ന് ഒരാളുടെ നിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞു. മൊത്തം എത്ര രൂപയായി? 10-25 ലക്ഷം രൂപയായി കിഡ്നി വാങ്ങാനും സർജറി നടത്താനൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ യാത്രയിൽ ഞാൻ അങ്ങനെ ആലോചിച്ചൊരു കാര്യം, ഈ വ്യക്തി സ്വാഭാവികമായിട്ടും കിഡ്നി പോയി, കിഡ്നി 2 അടിച്ചു പോയാൽ എന്താവും? പിന്നെ മരണപ്പെടും, ജീവിക്കാൻ പറ്റൂല. 2 കിഡ്നി ഉണ്ടെന്ന് അറിയില്ല എല്ലാവർക്കും. അതിൽ ഒരെണ്ണം ഒരു സമയത്ത് വർക്ക് ചെയ്യുള്ളൂ. 1 കേടുവന്ന് 2ഉം കേടുവന്നാലേ മനുഷ്യന് അറിയുള്ളൂ എന്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ എന്ന്. 2ഉം പോയാലാണ് അറിയുള്ളൂ. അപ്പം ഞാൻ ആലോചിച്ച കാര്യം അതല്ല, ഈ വ്യക്തിക്ക് ജീവിക്കാൻ എന്ത് വേണം? കിഡ്നി വേണം. എന്നാൽ വേറൊരു വ്യക്തിക്ക് ജീവിക്കാൻ എന്ത് വേണം? പണം വേണം. അയാൾ കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്, അയാൾക്ക് പണം മതി. ഇയാൾ പണം കൊടുക്കാൻ തയ്യാറാണ്, അയാൾക്ക് എന്ത് മതി? കിഡ്നി മതി. രണ്ടാൾക്കും കോമൺ ആയിട്ട് വേണ്ട കാര്യം എന്താ? ഇവിടെ ജീവിക്കണം. എവിടെ? ഇവിടെ ഭൂമിയിൽ എങ്ങനെയെങ്കിലും ജീവിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വില ആലോചിച്ച് നോക്കി. നമുക്കുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മനുഷ്യൻ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യൻ ഒരു 50-60 വർഷക്കാലം സമ്പാദിച്ച കോടാനുകോടി സ്വത്തുക്കൾ മൊത്തം ചെലവഴിക്കും. എന്തിനു വേണ്ടിയിട്ട്? അവൻ്റെ ജീവൻ നിലനിർന്നു കിട്ടാൻ വേണ്ടിയിട്ട്. എത്ര ആളുകൾ രോഗം വന്നിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പണം ചെലവാക്കി ചികിത്സിക്കുന്ന ആളുകളുണ്ട്. ജീവൻ നിൽക്കണം, ജീവൻ കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ ചില ആളുകൾക്ക് ജീവിക്കാൻ ആരോഗ്യം ഉണ്ടായിരിക്കും, പണമാവില്ലാതിരിക്കുക. അപ്പോൾ പണം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ കൊല്ലും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും, കട്ടെടുക്കും, കൊള്ള നടത്തും, അങ്ങനെയൊക്കെ ചെയ്യും. ഇവിടെ പറഞ്ഞ കാര്യം, എല്ലാ മനുഷ്യർക്കും ഏറ്റവും വില പിടിച്ച, ഏറ്റവും ആവശ്യമായിട്ട് അവർക്ക് തോന്നുന്ന കാര്യം എന്താണ്? അവൻ്റെ ജീവിതമാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ആലോചിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ വിഡ്ഢിയായിരിക്കും അവൻ, എത്ര വലിയ വിഡ്ഢിയായിരിക്കും. ഇപ്പോൾ ഇത് കേൾക്കുന്ന പെൺകുട്ടികളുണ്ട്, അവരോടും കൂടിയിട്ടാണ്. അവരും ഞാൻ ഈ പറയുന്നത് ആ രീതിയിൽ തന്നെ എടുക്കുകയും ചിന്തിക്കുകയും വേണം. അപ്പോൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ആലോചിക്കാത്തവൻ ഏറ്റവും വലിയ വിഡ്ഢിയാണ്. നമ്മളൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടൻ എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു ചിന്ത ഇതുവരെ നമ്മുടെ ഉള്ളിൽ വന്നിട്ടില്ല എങ്കിൽ, ഈ ക്യാമ്പിൽ കഴിഞ്ഞു പോകുമ്പോൾ, ഇന്ന് രാത്രി കിടക്കുമ്പോഴോ, സുഹൃത്തുക്കളിൽ നിന്ന് മാറി നിന്ന് ഒറ്റക്കാകുമ്പോഴോ, അതിൽ ഒറ്റക്ക് നമ്മൾ നമ്മുടെ റൂമിൽ കിടക്കുമ്പോഴോ, എപ്പോഴെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ ആലോചിക്കണം, എൻ്റെ ജീവിതം എന്തിനാണ്, ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് കുറിച്ച് ആലോചിക്കണം. കാരണം ഈ ലോകത്ത് ഒരുപാട് കോടിക്കണക്കിന് ജന്തുജീവജാലങ്ങളുണ്ട്. മനുഷ്യൻ കാണുന്നതുണ്ട്, കാണാത്തതുണ്ട്. പക്ഷികളുണ്ട്, മത്സ്യങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്. മൃഗങ്ങളിൽ തന്നെ ഒരിനത്തിൽ വ്യത്യസ്ത തരങ്ങളുണ്ട്. അങ്ങനെ കുറേ സൃഷ്ടികളുണ്ട്. അതിൽ മനുഷ്യനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്റാം ചെയ്തിട്ടുള്ള, ആദരിച്ചിട്ടുള്ള ഏറ്റവും നല്ല സൃഷ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കിയും, സിംഹത്തിനെയും കടുവയെയും അല്ലെങ്കിൽ മനുഷ്യനേക്കാൾ 10 ഇരട്ടി വലുപ്പമുള്ള ആനയെ വരെ മനുഷ്യൻ എന്ത് ചെയ്യും? പറഞ്ഞ പോലെ നിർത്തും. കേട്ടിട്ടില്ല? ചില ആളുകൾ മെലിഞ്ഞ ആനപ്പാപ്പാനായിരിക്കും, ആനയുടെ ഒന്നിനും ഉണ്ടാവില്ല. പക്ഷെ ആനപ്പാപ്പൻ പറയുന്നിട്ട് ആന എന്ത് ചെയ്യും? ഇങ്ങോട്ട് മാറിക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് നിൽക്കും, അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് നിൽക്കും. കണ്ടിട്ടില്ലേ? അതുപോലെ സിംഹത്തിനെയും കടുവനെയൊക്കെ നിയന്ത്രിക്കാൻ മനുഷ്യന്മാരുണ്ട്, കൺട്രോൾ ചെയ്യണത്. എവിടെയെങ്കിലും ഒരു പൂച്ച ഒരു മനുഷ്യനെ നിയന്ത്രിക്കാൻ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ആന മനുഷ്യനെ അങ്ങോട്ട് പറഞ്ഞ പോലെ ചെയ്യണം പറഞ്ഞ് അധികാരപ്പെടുത്തി കണ്ടിട്ടുണ്ടോ? ഇല്ല.
അപ്പൊ മനുഷ്യനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇക്റാം ചെയ്തിട്ടുള്ള സൃഷ്ടി. ആ ഇക്റാം ചെയ്തതിൽ ഏറ്റവും വലിയ ഇക്റാം എന്താ? നൽകിയ ആദരവിൽ ഏറ്റവും വലിയ ആദരവ് എന്താ? ചിന്തിക്കാനുള്ള ശേഷിയാണ്. വേറൊരു ജീവിക്ക് എന്ത് സാധിക്കൂല? ചിന്തിച്ചുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കിയെടുക്കാനോ അത് സംസാരിക്കാനോ അതിലൊരു കാര്യം മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ ചിരിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ കരയാനോ ഒന്നും സാധിക്കില്ല. വൈകാരികമായിട്ട് കരയുന്ന ആ രീതിയിലുണ്ടെന്നല്ലാതെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നും ആർക്കും സാധിക്കില്ല, വേറെ ജീവിക്കും സാധിക്കില്ല. അപ്പൊ മനുഷ്യൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചിന്തിക്കണം. അത് ചിന്തിക്കുന്നില്ല എങ്കിൽ കല്ലൻആം, അവൻ ആരുപോലെയാണ്? നാൽക്കാലികളെ പോലെയാണ്. ഒന്നിനും കൊള്ളില്ല. അവൻ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ തന്നെ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു, അവന്റെ ആഗ്രഹങ്ങൾ തീർക്കുന്നു. ആ രീതിയിൽ മരിച്ചു പോകുന്ന നശിച്ചു പോകുന്ന ഒരു ജീവി മാത്രമായി മാറുന്ന അവസ്ഥയാണ് പിന്നീടുണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്തിനാണ് ജീവിതം എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്തണമെങ്കിൽ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. 3 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നതിനുള്ള ഉത്തരം നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. വേറൊരാളോട് ചോദിക്കേണ്ട കാര്യമല്ല പറഞ്ഞത്. നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് സ്വയം പറയാൻ സാധിക്കണമെങ്കിൽ 3 കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റണം. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടണം. അതിലൊന്ന്, ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. 2, ഞാൻ എന്തിനു വന്നു ഈ ഭൂമിയിൽ എന്ന് പറയാൻ സാധിക്കണം. 3, ഞാൻ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് പറയാൻ സാധിക്കണം. ഈ 3 ഉള്ള ഒരാളല്ലേ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ? തുടക്കം പറഞ്ഞ സാധനം മനുഷ്യനുണ്ടല്ലോ, ആർക്കും സംശയമുണ്ടോ? തുടക്കമില്ലാതെ എന്നും ഉള്ളവനാണ് ഞാൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു കാര്യത്തിനാണ് ഇവിടെ വന്നത് എന്നുള്ളത് ആർക്കും സംശയമുണ്ടോ? ഇല്ല. 3-മത്തേത് എങ്ങോട്ടാണ് പോകുന്നത്, ഒരു അവസാനമുണ്ട് എന്നുള്ളതിൽ ആർക്കും സംശയമുണ്ടോ? ഇല്ല. ഇനി ചോദിക്കട്ടെ, ഈ 3 എണ്ണത്തിന് കൃത്യമായി മറുപടി പറയാൻ നമുക്ക് സാധിക്കുമോ? കൃത്യമായി മറുപടി പറയാൻ നമുക്ക് സാധിക്കുമോ എന്ന് ശരിക്കും നമ്മൾ ആലോചിക്കണം. ശരിക്കും ആലോചിക്കണം. ഇപ്പോൾ ഈ ഒരു സദസ്സിൽ ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മനസ്സിലായി ബോധ്യപ്പെട്ട് വന്ന ആളുകളുണ്ട്. മറ്റു ചിലർ അവരുടെ വീട്ടുകാരുടെ, ഉമ്മയുടെയോ ഉപ്പയുടെയോ എല്ലാം നിർബന്ധത്തിന് വഴങ്ങി ഇത് എന്നെ ബാധിക്കുന്നൊരു കാര്യമല്ല, ഇതെനിക്ക് ആവശ്യമുള്ളൊരു കാര്യമല്ല എന്നുള്ള തരത്തിൽ ഇരിക്കുന്ന കുട്ടികളുമുണ്ട്. എല്ലാവരും ഒരു നിമിഷങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു നിമിഷം ഞാൻ ഇപ്പോൾ ചോദിച്ചാൽ, ഞാൻ ഇപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇതിലൊരു 2-3 ആൾക്കാരെ വിളിക്കുകയാണ്, എന്നിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ 3 ആൾക്കാരെ വിളിച്ചിട്ട് അത് നിങ്ങളാണ് എങ്കിൽ നിങ്ങൾ എന്ത് മറുപടി പറയും എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഒരു 2 മിനിറ്റ് ആലോചിച്ചാൽ മതി, മനസ്സിലൊന്ന് ആലോചിച്ചാൽ മതി. എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുണ്ടാവുക? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി നിങ്ങൾക്ക് പറയാൻ ഇല്ലാത്തിടത്തോളം കാലം ഏറ്റവും വലിയ വിഡ്ഢിത്തത്തിലും ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയായിട്ട് ജീവിക്കുന്നവരുമായിട്ട് നിങ്ങൾ മാറേണ്ടി വരും. അതിനർത്ഥം അതാണ്. ഇതിന് ഉത്തരമില്ല എങ്കിൽ നമ്മൾ ഏറ്റവും വലിയൊരു വിഡ്ഢിയാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ സാധാരണ ഇത് മനസ്സിലാകാൻ പറയുന്നൊരു ഉദാഹരണമാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങി. സാധാരണ പോലെ നിങ്ങൾ ഒരു ദിവസം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എഴുതിയ നോട്ട് ബുക്കൊന്നും വേണ്ട, നോട്ടൊക്കെ അടച്ചു ശ്രദ്ധിച്ച കേട്ടാൽ മാത്രം മതി. നിങ്ങളുടെ വീട്ടിൽ രാത്രി കിടന്നുറങ്ങി. നിങ്ങൾ സാധാരണ നിങ്ങളുടെ വീട്ടിൽ ഉറങ്ങുന്നത് പോലെ കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ എഴുന്നേറ്റ സമയത്ത് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്, നിങ്ങൾ രാവിലെ സാധാരണ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കുകയാണെന്ന് വിചാരിച്ചിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളുള്ളത് വലിയൊരു കപ്പലിലാണ്. കപ്പൽ കടലിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കപ്പലിലാണ് നിങ്ങളുള്ളത്. ആ കപ്പലിൽ നിങ്ങൾ ഒരു റൂമിലുണ്ട്. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് ജോലിക്കാരുണ്ട്. നിങ്ങൾ ശരിക്ക് തസവ്വുർ ചെയ്യണം, ചിന്തിക്കണം ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ. ഒരുപാട് ജോലിക്കാരുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവിടെ ലഭിക്കുന്നുണ്ട്. പഴങ്ങളുണ്ട്, മാംസമുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ പാനീയങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്താവശ്യം നടത്തി തരാനും എന്തെങ്കിലും സഹായിക്കാനും ജോലിക്കാർ എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ, അങ്ങനെ ഒരു സമയത്ത്, ഒരു പ്രഭാതത്തിൽ ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുക?
ഇപ്പോൾ ഒരാൾ പറയാണ്, ഇപ്പോൾ ഒരാൾ ചോദിക്കുമ്പോൾ ഞാൻ അവിടെ എൻജോയ് ചെയ്യും. എന്ത് ചെയ്യും? എന്തെല്ലാ സാധനവും ഉണ്ട്, ഇഷ്ടമുള്ളതൊക്കെ കിട്ടുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യും? എൻജോയ് ചെയ്യും, അല്ലെങ്കിൽ ആസ്വദിക്കും. അങ്ങനെയാണോ നിങ്ങൾ ആലോചിക്കുക? നിങ്ങളങ്ങനെയാണോ ആലോചിക്കുക? അപ്പൊ എന്താ ആലോചിക്കുക? അതും പറഞ്ഞ അങ്ങനെ തന്നെ. കറുപ്പ് ഷർട്ട് എൻ്റെ അപ്പുറത്ത്. ചോദ്യം മനസ്സിലായോ? ഇങ്ങോട്ട് വാ. ചോദ്യം മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. കസേരയാണോ? ആ, ഇവിടെ നിന്നോ? ചോദ്യം പറഞ്ഞുതരാം. അതായത് ഈ രാത്രി വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ നീ എത്തിയത് ഒരു കപ്പലിലാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ആ കപ്പലിൽ എന്തായിരിക്കും ആലോചിക്കുക? ആ സമയത്ത് കാര്യമായിട്ട് ഇവരൊക്കെ ഉത്തരം പറഞ്ഞു. ഇവരെല്ലാവരും ഉത്തരം പറഞ്ഞു. അവിടെ അങ്ങനെ വറന്ന് നോക്കിക്കുന്നത് തന്നെ വിളിച്ചു. നീ എന്താ ആലോചിക്കുക ആ സമയത്ത്? ഇവിടെ എത്തിയത് എങ്ങനെയാണ് ആലോചിക്കൂലേ? ആരാണ് എന്നോട് എത്തിച്ച് ആലോചിക്കൂലേ? ബുദ്ധിയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ല ഉണ്ടാവുക. നമ്മളെന്താ ആലോചിക്കുക? ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എന്നെ ആരാണ് ഇവിടെ എത്തിച്ചത്? ഇതൊക്കെ ആരാണ് എനിക്ക് നൽകുന്നത്? ഇതൊക്കെ എങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്? സ്വാഭാവികമായിട്ടും അല്ല ആലോചിക്കുക. അത് ബുദ്ധിയുള്ള ഒരു അടയാളാണ്. അത് അവനോട് ബുദ്ധിയുണ്ട് പറഞ്ഞു. ബുദ്ധിയില്ലാത്തവൻ എന്താ ചെയ്യുക? പറയൂ, എന്ത് ചെയ്യുക? നല്ല സുഖമായി, ഇനി ഇവിടെ എന്ത് ചെയ്യുക? ഉള്ളതൊക്കെ തിന്ന് ഒക്കെ ജീവിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്ന്, ഭൂമിയിലേക്ക് നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീണത് മുതൽ നമുക്ക് ഏറ്റവും പോഷകമടങ്ങിയ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ആവശ്യമായിട്ടുള്ള മുലപ്പാൽ ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. അതിനുശേഷം ശ്വസിക്കാൻ വായു, പിന്നീട് വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും വിശക്കുമ്പോൾ ഭക്ഷണം, ദാഹിക്കുമ്പോൾ വെള്ളം, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പാനീയങ്ങൾ, ഒരുപാട് പഴങ്ങൾ, ഒരുപാട് മാംസം, ഭക്ഷണം, ആകാശത്തുനിന്ന് മഴ പെയ്യുന്നു, അതുപോലെ തന്നെ വിഭവങ്ങൾ ഉണ്ടാകുന്നു, ഒക്കെ ഭക്ഷിക്കുന്നു. എപ്പോഴെങ്കിലും ഒരിക്കൽ നമുക്ക് ചിന്തിക്കാൻ തോന്നിയിട്ടുണ്ടോ ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നത്? അല്ലെങ്കിൽ ഇതൊക്കെ ആരെ എനിക്ക് തരുന്നത്? ഞാൻ എന്തിനാ ഇവിടെ വന്നിട്ടുള്ളത് എന്നാലോചിക്കാൻ പറ്റിയിട്ടുണ്ടോ? അത് ആ കപ്പൽ തന്നെയല്ലേ ഭൂമി. ആ കപ്പൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഈ ഭൂമി അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എന്നെ ആരോടെ കൊണ്ടുവന്നിട്ട് എനിക്ക് എന്തിനാ ഈ ഭക്ഷണം കിട്ടുന്നത്? അല്ലെങ്കിൽ എവിടുന്നാ ഈ വെള്ളം വരുന്നത്? ആരാണ് ഈ മഴ പെയ്യിപ്പിക്കുന്നത്? എപ്പോഴെങ്കിലും എനിക്ക് ആലോചിക്കാൻ പറ്റിയിട്ടുണ്ടോ? അത് ആലോചിച്ചിട്ടില്ല എങ്കിൽ എന്താണ്? ആ കപ്പലിൽ അന്തല്ലാതെ അതൊക്കെ ആസ്വദിച്ചു പോകാമെന്ന് വിചാരിക്കുന്ന ഒരാളെ പോലെ മാത്രമേ നമ്മളാവുള്ളൂ. അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിലാണ് അവനെ പോലെ ബുദ്ധിമാനാകാൻ പറ്റുള്ളൂ. അതെ, അവൻ ആ കപ്പലിൽ അങ്ങനെ ചിന്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ലോകത്തിനെ കുറിച്ചിട്ടവൻ ചിന്തിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടല്ല അവൻ അങ്ങനെ പറയാൻ പറ്റിയത്. അവൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ആ കാരണം കൊണ്ടാണ് എന്നവൻ ചിന്തിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ ചിന്തയുള്ളവർ മാത്രമാണ് ബുദ്ധിമാന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഈ ആകാശഭൂമികളിൽ സൃഷ്ടിച്ചിട്ടുള്ള ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും ആലോചിക്കണം. അത് ബുദ്ധിയുള്ളവരുടെ അടയാളമാണ് എന്നുള്ളത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. അല്ലാഹു പറയാണ്, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൽ, ഇതിനകത്തുള്ള എല്ലാ ജന്തു ജീവജാലങ്ങളും രാവും പകലും മാറി മാറി വരുന്നതിൽ, ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നവർ, ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ ദൃഷ്ടാന്തമായിട്ടുള്ള കാര്യമാണിത്. അപ്പൊ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ഈ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. ഇനി നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങൾ, 3 ചോദ്യങ്ങൾ. അതിനുള്ള ഉത്തരം കൂടി നമുക്ക് പറയാൻ പറ്റണം. ഒന്നാമത്തേത്, നാം എവിടെ നിന്ന് വന്നു? രണ്ടാമത്തേത്, നാം എന്തിനു വന്നു?
മൂന്നാമത്തേത് നാം എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നുള്ളത്. ഈ 3 ചോദ്യങ്ങൾ കൂടി ഉത്തരം നമുക്ക് മനസ്സിലായാൽ, പറയാൻ സാധിച്ചാൽ, തീർച്ച നമുക്ക് ജീവിതത്തിന് ഒരു ലക്ഷ്യമുള്ളവനാണ് എന്ന് സ്വയം സമാധാനിക്കാം. അത് പൂർത്തീകരിക്കുന്നതിനനുസരിച്ച് വിജയിക്കാം. ഒന്നാമത്തെ ചോദ്യം നാം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും ആലോചിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ശരീരവും നമ്മുടെ ഈ രൂപവും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലും ഒരുക്കിയിട്ടുള്ള നമ്മൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത്. മനുഷ്യനെങ്ങനെ ഉണ്ടായിട്ടുള്ളതെന്നറിയോ? എവിടുന്നാണ് തുടക്കം എന്നറിയോ? ഒരു നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു മൈക്രോസ്കോപ്പിലൂടെ അത്രയും ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രം ഒരു സെമൻ എന്ന് പറയുന്ന ശുക്ലത്തിന്റെ ഒരു തുള്ളിയിൽ കോടാനുകോടിയുള്ള ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഡ്രോപ്പ്, വളരെ ചെറുത്, അതിൽ തന്നെ കോടാനുകോടി കണക്കിനുള്ള സ്പേംസ്, ആ സ്പേമിൽ തന്നെ അതിന്റെ ഒരറ്റത്തുള്ള ഒരു ഭാഗത്തിൽ നിന്നാണ് മനുഷ്യന്റെ തുടക്കം എന്ന് പറയുന്നത്. മനുഷ്യനുണ്ടായിട്ടുള്ള ഈ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള തുടക്കം നമ്മുടെ ഓരോരുത്തരുടെയും. ഇന്ന് തണ്ടും തടിയും ആരോഗ്യവും ചിന്തിക്കാനുള്ള ശേഷിയും, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും, എനിക്ക് ആരെയും നിയമം കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ ആരെയും അനുസരിക്കേണ്ട ആവശ്യമില്ല, ഇവർ പറയുന്നതൊന്നും എനിക്ക് ബാധിക്കുന്ന കാര്യമല്ല, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അവൻ ആലോചിക്കേണ്ട ഒരു കാര്യം, അത്രയും നിസ്സാരമായൊരു കാര്യത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ അധിക കുട്ടികളും സ്കൂളിലും അതുപോലെ തന്നെ +1 +2 സയൻസും ബയോളജിയും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അവർക്കറിയാം എഗ് ജൈഗോട്ട് ആകുന്നത്, അതുപോലെ മിയോസിസ്, മൈറ്റോസിസ്, ക്രോമസോംസ് ഉണ്ടാകുന്നത്, DNA ഉണ്ടാകുന്നത്, അത് ന്യൂക്ലിയസ് ആകുന്നത്, അതിൽ നിന്ന് സെല്ല് ഉണ്ടാകുന്നു, സെല്ല് ടിഷ്യൂ ഉണ്ടാകുന്നു, ടിഷ്യൂ ഓർഗൻ ആകുന്നു, എന്നിട്ട് മനുഷ്യനാകുന്നു, മനുഷ്യന്റെ കോലത്തിലാകുന്നു. അതായത് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 9 മാസത്തെ കാലഘട്ടത്തിൽ, ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ളതാണ്. 9 മാസം ഈ നിസ്സാരമായൊരു തുള്ളിയായി ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ എത്തിയ നാം ഓരോരുത്തരും ഓരോ ഘട്ടത്തിലൂടെ കടന്നുപോയിട്ട് കണ്ണും മൂക്കും ഇന്നുള്ള ഈ കോലത്തിലായിട്ട് ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിലായിട്ട് പുറത്തേക്ക് വരുമ്പോ, ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ തീരുമാനിച്ചതാണ് എന്റെ ജനനമെന്ന്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ തീരുമാനിച്ചതാണെന്ന്? നമ്മൾ എഴുതുമല്ലോ, നമ്മളെവിടെയെങ്കിലും ഫോം വന്നു കഴിഞ്ഞാൽ എഴുതും, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുമ്പോൾ ഇന്ന ഡേറ്റ് ഇങ്ങനെ എഴുതും. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ തീരുമാനിച്ചതാണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന്? ഒരിക്കലുമില്ല. നമുക്ക് ഉറപ്പോലുമില്ല. ഞാൻ ഇന്ന ദിവസമാണ് ജനിച്ചത് എന്ന് പറയാൻ നമുക്ക് എന്തേ ഉറപ്പുള്ളൂ? അവിടെ ഉമ്മയൊക്കെ പഠിപ്പിച്ചു തന്നു, പറഞ്ഞു തന്നു. അതല്ലാതെ സ്വന്തം ജനനത്തിന്റെ ദിവസമോ സമയമോ തീരുമാനിക്കാൻ പോലും നമുക്ക് അധികാരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു രൂപത്തിൽ നിന്നാണ് നമ്മൾ വളർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ തീർച്ച നമ്മെ സൃഷ്ടിച്ച, നമുക്ക് ഈ രൂപം നൽകിയ ഒരു സൃഷ്ടാവുണ്ട്, ഒരു റബ്ബുണ്ട്. ഈ ആകാശഭൂമിയെ സംവിധാനിച്ച, നേരത്തെ പറഞ്ഞ പോലെ കപ്പലിൽ കൊണ്ടുപോയി വെക്കുന്നത് പോലെ ഈ ഭൂമിയിലേക്ക് നമ്മെ ഒരുക്കിയ ഒരാളുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. അതിൽ സംശയമില്ല. അല്ലെങ്കിൽ പറയട്ടെ ഞാനാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അപ്പൊ നിങ്ങളിപ്പോ ഇന്നത്തെ കാലത്ത് അറിയാം, ഇന്നത്തെ കാലത്ത് പല ഓൺലൈൻ സംവിധാനങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ സൃഷ്ടാവ് എന്നുള്ളൊരു കാര്യമില്ല എന്ന് നിഷേധിക്കുന്ന ധാരാളം വിഡ്ഢികളെ കാണാൻ സാധിക്കും. അവർക്ക് പറയാൻ സാധിക്കുമോ ഞാനാണ് എന്നെ സൃഷ്ടിച്ചത്? അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ. ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് അവർ പെട്ടെന്ന് അങ്ങനെ ഉണ്ടായതാണോ? അതല്ല അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത്? അവരാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? എന്താണ് അവർക്ക് മനസ്സിലാകാത്തത് എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കി. ഒരു സൃഷ്ടാവില്ല എന്ന് പറയുമ്പോൾ എന്ത് വലിയ വിഡ്ഢിത്താണത്! ഇത്രയും കൃത്യമായി രൂപകൽപ്പന നൽകി നമ്മെ പുരുഷനും സ്ത്രീയുമായിട്ട് വേർതിരിച്ച് 2 വിഭാഗമായിട്ട് ഒരുക്കി ഈ സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരു സൃഷ്ടാവില്ല എന്ന് എങ്ങനെയാണ് ബുദ്ധിയുള്ള ഒരാൾക്ക് പറയാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന്റെ അടുക്കൽ നിന്നാണ് നമ്മുടെ തുടക്കം ഉണ്ടായിട്ടുള്ളത്. ആ സൃഷ്ടാവിൽ നിന്നാണ് നമ്മെ ഇവിടെ പറഞ്ഞയച്ചിട്ടുള്ളത്. ആ സൃഷ്ടാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അതാണ് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. നാം എവിടെ നിന്ന് വന്നു? എനിക്കൊരു സൃഷ്ടാവുണ്ട്, എനിക്കൊരു റബ്ബുണ്ട്, എന്നെ സൃഷ്ടിച്ചവൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ സൃഷ്ടിച്ചവൻ, എനിക്കാവശ്യമായ ഉപജീവനങ്ങൾ എനിക്കിവിടെ ഒരുക്കി തന്നവൻ, എന്റെ മേലെ പൂർണ്ണമായ അധികാരമുള്ളവൻ, എന്റെ മേലെ പൂർണ്ണമായ നിയന്ത്രണമുള്ളവൻ, അങ്ങനെ ഒരു സൃഷ്ടാവ് റബ്ബ് എനിക്കുണ്ട് എന്നുള്ളത് അംഗീകരിക്കല്ലാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധിയില്ലാത്ത വിഡ്ഢികളുടെ സംസാരം സംസാരിക്കുക എന്ന് മാത്രം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എന്തിനാണ് ഇവിടെ വന്നത്? എന്തിനാണ് ഇവിടെ വന്നത്? ഇവിടെ നോക്കൂ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഏതൊരു പ്രവർത്തനത്തിനും ഒരു ലക്ഷ്യം ഉണ്ടാവും. ഏതൊരു പ്രവർത്തനത്തിനും ഒരു ലക്ഷ്യം ഉണ്ടാകും. ആ ലക്ഷ്യം ഒരിക്കലും ആ പ്രവർത്തനത്തിനകത്തുള്ള ഒരു കാര്യമാവില്ല. ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഇപ്പോൾ ഇവിടെ കോളേജിലൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ കോളേജുകളിൽ പഠിക്കും. കോളേജിൽ പഠിക്കുമ്പോൾ എന്താണ് ഒരു ലക്ഷ്യം? കോളേജിൽ പഠിക്കുക എന്നുള്ളതാണോ ലക്ഷ്യം? അല്ല. എന്താണ്? പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി ഒരു ജോലി കിട്ടണം, അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ. അല്ലെങ്കിൽ ഒരാൾ ജോലി ചെയ്യുമ്പോൾ അയാൾ ജോലി ചെയ്യണം എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം? അല്ല. അയാൾക്ക് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് ലക്ഷ്യം. അതുപോലെ ജീവിക്കുക എന്നുള്ളതിന്റെ ലക്ഷ്യം എന്താണ് ചോദിച്ചാൽ, ഈ ജീവിതത്തിലുള്ള ഒരു കാര്യം അതിനുള്ള മറുപടിയല്ല. നമ്മൾ ജീവിതം എന്നുള്ള കാര്യത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇതിനപ്പുറത്തേക്കുള്ള ഒരു ഉത്തരം വേണം. കാരണം പ്രവർത്തനത്തിനകത്ത് ഒരിക്കലും എന്ത് വരൂല? ലക്ഷ്യം വരൂല. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. അതായത് ഒരു പ്രവർത്തനത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് ഒരിക്കലും ആ പ്രവർത്തനത്തിന്റെ അകത്തുണ്ടാകില്ല, പുറത്തേ ഉണ്ടാവുള്ളൂ. ഒരാൾ ഒരു ജോലി, ഇപ്പൊ ഒരാൾ ഒരു കെട്ടിടം ഉണ്ടാക്കുന്നുണ്ട്, അയാൾ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ചോദിച്ചാൽ അയാൾ പറയാണ് ഈ കെട്ടിടം ഇങ്ങനെ ഉണ്ടാക്കലാണ് ലക്ഷ്യമാണോ? അല്ല. അത് പൂർത്തീകരിക്കുക, എന്നിട്ട് അതിന്റെ അടുത്ത അവസ്ഥ ഉണ്ടാവുക, അതാണ് അതിന്റെ ലക്ഷ്യം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിന് എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ചില കുട്ടികളോട് ചോദിച്ചാൽ സാധാരണ നിങ്ങൾ സ്കൂളിലോ മറ്റോ ആരെങ്കിലും വന്ന് ചോദിക്കും. അപ്പൊ ചിലർ പറയും എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നാലിന്ന ആളാകണം, എനിക്ക് സയന്റിസ്റ്റ് ആവണം, ഇതുപോലെ ഒരാളാവണം എന്നൊക്കെ. ഇതൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് മാറുമോ? ജീവിതത്തിന്റെ ലക്ഷ്യമായി മാറുമോ? ഇല്ല. കാരണം എന്താണ്? ഇതൊക്കെ ജീവിതത്തിന്റെ അകത്തുള്ള കാര്യമാണ്. അപ്പൊ ഇതിന്റെ പുറത്തേക്ക് ഒരു കാര്യമുണ്ട്, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമാവുകയുള്ളൂ. ആ ലക്ഷ്യം മനസ്സിലാകണമെങ്കിൽ രണ്ട് കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. അതായത് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്. അതിന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഉത്തരമായി പറയാനുള്ളത്. അതിന് മനസ്സിലാക്കേണ്ടത്, ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായിട്ടുള്ള വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നമ്മൾ അറിയണം. അതായത് നമ്മുടെ റബ്ബായിട്ടുള്ള, സൃഷ്ടാവായിട്ടുള്ള, നമ്മുടെ ഇലാഹായിട്ടുള്ള അല്ലാഹു നമ്മോട് സംസാരിച്ചിട്ടുള്ള സംസാരം എന്താണ് എന്ന് നമ്മൾ അറിയണം. രണ്ട്, നമ്മിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തിട്ടുള്ള ദൂതൻ, റസൂൽ, ആ റസൂൽ ആരാണ് എന്നും ആ റസൂൽ എന്താണ് പഠിപ്പിച്ചത് എന്നും നമ്മൾ അറിയണം. അതിൽ ഒന്നാമത്തെ എടുക്കുക, വിശുദ്ധ ഖുർആൻ എടുക്കുക. വിശുദ്ധ ഖുർആൻ എടുക്കുക. നമ്മൾ ശരിക്കും എന്നോടും ഇത് കേൾക്കുന്ന നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖുർആനിന്റെ ആശയങ്ങൾ മലയാളത്തിൽ അതിന്റെ പരിഭാഷയുണ്ട്, അത് ഒരു തവണയെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി വായിക്കാൻ നമ്മൾ ഒരു തീരുമാനം എടുക്കണം. അതല്ലെങ്കിൽ അതിന്റെ വിശദീകരണങ്ങൾ, തഫ്സീറുകൾ എടുത്തിട്ടുള്ള ദർസുകൾ കേൾക്കുകയോ, ഖുർആനിന്റെ ആശയം തുടക്കം മുതൽ അവസാനം വരെ എന്താണ് എന്നെ സൃഷ്ടിച്ച എന്റെ സൃഷ്ടാവ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കണം. സ്ഥിരമായിട്ടുണ്ടാവണം. ഒരു തവണ എന്ന് പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ അളവിലെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് അറിയണം. തീർച്ച ജീവിതത്തിലെ മാറ്റിക്കളയുന്നത് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ അത് മാറ്റിക്കളയും. അങ്ങനെ മാറ്റിയ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് മാറിയ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന മക്കയിൽ, അന്ന് മക്കയിലും പിന്നെ ഹിജ്റ ചെയ്ത് മദീനയിലും, അന്ന് അവിടെ പ്രധാനമായിട്ട് ഒരു സാമ്പത്തികമായിട്ടും അതല്ലാതെയും ആളുകൾ വളരെയധികം മുഴുകിയിരുന്ന ഒരു കാര്യമായിരുന്നു മദ്യം എന്നുള്ളത്, ലഹരി എന്നുള്ളത്. അന്ന് ഈത്തപ്പഴത്തിൽ നിന്നും ഗോതമ്പിൽ നിന്നും അതുപോലെ മുന്തിരിയിൽ നിന്നുമെല്ലാം പഴച്ചാറുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് മദ്യം, ലഹരി ഉണ്ടാക്കി അത് കുടിക്കുക എന്നുള്ളത് അവരുടെ വളരെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ശീലമായിരുന്നു. ഇസ്ലാം ആദ്യമായി ഒറ്റയടിക്ക് തന്നെ വന്നിട്ട്
മദ്യം ഹറാമാണ് എന്നുള്ളതല്ല പറഞ്ഞത്. ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഘട്ടത്തിൽ ആദ്യം അതിന്റെ അപകടം പറഞ്ഞു. അതിൽ സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങൾ ഉണ്ട് എങ്കിൽ കൂടി അതിൽ ദോഷം കൂടുതലാണ്. രണ്ടാമത്തെ, നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ മദ്യപിക്കരുത്, മദ്യപിച്ചു വരരുത് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആയത്തിലാണ് പൂർണ്ണമായി അതിനെ ഒഴിവാക്കണം എന്നുള്ള ആയത്തിറങ്ങിയത്. ആ ആയത്തിറങ്ങിയൊരു സന്ദർഭമുണ്ട്. അനസ് മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അനസ് മാലിക് റളിയല്ലാഹു അൻഹു എല്ലാം അബൂ തൽഹ അതുപോലെ ശ്രേഷ്ഠരായിട്ടുള്ള സ്വഹാബികൾ അവർ മദ്യം വിരോധിച്ചിട്ടില്ല. അപ്പൊ അന്ന് അവർ മദ്യം കച്ചവടം ചെയ്യുന്നവരുണ്ട്. അവരൊരുമിച്ച് മദ്യപിക്കുന്ന സമയത്ത് അനസ് മാലിക് കുട്ടിയാണ്, അവർക്ക് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു, മദ്യം ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോ മദ്യം ഒഴിച്ച് കുടിക്കുന്ന അവര് ലഹരി മൂത്ത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, മദ്യം വിരോധിക്കുന്നതിന് മുമ്പ് അവിടെയുള്ള അറബികൾ പറഞ്ഞിരുന്ന ചില വാക്കുകളാണ്, മരിച്ചു കഴിഞ്ഞാൽ മുന്തിരിച്ചെടിയുടെ ചോട്ടിൽ എന്നെ മറമാടണം, അതിൽ നിന്ന് നീരിറങ്ങി വരുമ്പോ എന്റെ ഖബറിൽ എന്റെ ശവത്തിന് കിട്ടുമല്ലോ എന്ന നിലക്ക് വരെ അത്രയും അഡിക്റ്റ് ആയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഖുർആനിൽ ആയത്തിറങ്ങി, ഫഹൽ അൻതും മുൻതഹൂൻ വജ്തനിബു, നിങ്ങൾ ഒഴിവാക്കുക, നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായില്ലേ എന്ന് ചോദിച്ച ആയത്തിറങ്ങി. ഈ ആയത്ത് ഒരാൾ ഓടി വന്നിട്ട് ഈ സഹാബികളോട് വന്നിട്ട് പറയാണ്, ഈ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് വന്ന് പറയാണ്, ദാ അല്ലാഹു ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തിറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താ ചെയ്തത്? കുടിച്ചിരുന്ന ആളുകൾ അത് വായിൽ വിരലിട്ടിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. മദ്യത്തിന്റെ വലിയ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വലിയ വീപ്പകൾ അത് തട്ടിമറിച്ചിട്ടു. അങ്ങനെ ഒറ്റ ആയത്തിന്റെ ഒരു ഭാഗം കൊണ്ട് അവരുടെ ജീവിതത്തിൽ അവരടിമപ്പെട്ടു പോയിട്ടുള്ള അത്രയും അവർ ആസ്വദിച്ചിരുന്ന ഒരു പാപം, ഒരു തിന്മ ഒഴിവാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഖുർആനിന്റെ ആയത്തുകൾ എന്തുകൊണ്ടാണ് ആളുകൾ ഇത്ര മാറ്റം ഉണ്ടാക്കിയത്? എന്തുകൊണ്ടാണ് അവർക്കത് മാറാൻ സാധിച്ചത്? കാരണം അവർക്ക് ബോധ്യം ഉണ്ടായിരുന്നു, ഒന്ന്, ഇത് അള്ളാഹുവിന്റെ കലാമാണ്, ഞങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. രണ്ട്, ആ അള്ളാഹുലേക്ക് ഞങ്ങൾ മടക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് സാധിച്ചത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം എത്ര ശക്തമാണോ അത്രത്തോളം ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്നുള്ള ബോധവും ഏറ്റവും നേരായതിലേക്ക് വഴി കാണിക്കാനും ആ ഖുർആനിലൂടെ സാധിക്കും. ഇനി ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാര്യങ്ങളാണ് സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള കാരണമായിട്ട് അല്ലാഹു തആല പറഞ്ഞത്. രണ്ട് കാരണങ്ങൾ. ഒന്ന്, സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ട് തന്നെ ഇല്ല എന്നെ മാത്രം ആരാധിക്കാനല്ലാതെ. ഒന്നാമത്തെ കാര്യം അള്ളാഹു പറയാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ പഠിച്ചു. നമ്മൾ തൗഹീദിന്റെ വിഷയത്തിലും സുന്നത്തിന്റെ വിഷയത്തിലും പല ദർസുകളിലും ആ കാര്യം കൂടുതലായി പഠിച്ചു. രണ്ടാമത്തേത് അള്ളാഹു തആല പറഞ്ഞത് സൂറത്തു ത്വലാഖിലെ 12-ാമത്തെ ആയത്താണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുൻ ലിതഅലമൂ അന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്ന അല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. അല്ലാഹു പറയാണ്, 7 ആകാശത്തെയും 7 ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അതിനിടയിൽ അല്ലാഹു അവന്റെ തീരുമാനങ്ങൾ ഇറക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ലിതഅലമൂ, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നും അല്ലാഹു എല്ലാം അറിയുന്നവനാണ് എന്നും. അപ്പൊ അല്ലാഹുവിനെ കുറിച്ച് അറിയാൻ വേണ്ടിയും അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ഖുർആനിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്ന ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. ഇനി നിങ്ങൾ ആലോചിക്കണം, ഇതല്ലാത്തൊരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ വലിയ വലിയ ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ച്, അഥവാ ദുനിയാവിന്റെ അകത്ത് ലക്ഷ്യങ്ങൾ വെച്ച് ജീവിച്ച ആളുകൾ, അവർക്ക് എല്ലാവർക്കും അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ എത്രയോ ആളുകൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കോഴ്സിന് ചേരുകയാണ്, ഒരു കോഴ്സിന് പഠിക്കാൻ വേണ്ടി ചേരുകയാണ്. ആ കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിക്കാതെ മരണപ്പെട്ടു പോകുന്നവരില്ലേ? എത്ര ആളുകളുണ്ട്? ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യം പറയാൻ പറ്റണം. അതാണ് എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കുക, അവന്റെ നിയമം അനുസരിക്കുക,
അവനനുസരിച്ച് ജീവിക്കുക. ഇത് ഖുർആനിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടും, തീർച്ച. അതിന് ഖുർആനുമായിട്ട് ബന്ധം വേണം. ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കണം. ദീനിയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കണം. രണ്ടാമത്തേത് നാം പറഞ്ഞു, ജീവിതത്തിന്റെ ലക്ഷ്യം ഉറപ്പിക്കാൻ അഥവാ ബോധ്യപ്പെടാൻ, മനസ്സിലാക്കാനുള്ള രണ്ടാമത്തെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ ദീനുണ്ടല്ലോ, ഇസ്ലാം എന്ന് പറഞ്ഞത്, അതിന്റെ വില എത്ര വലുതാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു തആല പൂർത്തീകരിച്ചു തന്ന, നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ദീനിന്റെ വില എത്ര വലുതാണെന്നറിയോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മുറുകെ പിടിക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയോ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രം അറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ നേതാവിന്റെ, നമ്മുടെ സയ്യിദിന്റെ ആ ജീവചരിത്രം നമ്മൾ പഠിക്കണം. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷക്കാലം മക്കയിൽ ആ ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അറിയാം, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തും വായന അറിയില്ല, എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല, സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല, അങ്ങനെ ഒരു അറിവില്ലാത്ത ഒരാളാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ മുഹമ്മദ് സത്യസന്ധനാണ്, അൽ അമീനാണ്, ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല, വിശ്വസ്തനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയ അന്നത്തെ ശത്രുക്കളായിരുന്ന അബൂ സുഫിയാനും അബൂജഹലും പോലെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീനാണ് എന്ന്. നമ്മൾ ആലോചിച്ച് വെക്കണം. ഒരു നാട്ടിൽ 40 വർഷം ഒരാൾ ജീവിച്ചിട്ട് അയാൾക്ക് എഴുത്തും വായന അറിയില്ല എന്ന് എല്ലാവർക്കും അറിയാം, അധികം വിദ്യാഭ്യാസം നേടിയിട്ടില്ല എന്നറിയാം, അതുപോലെ ആ വ്യക്തി സത്യസന്ധനാണ് എന്നൊരാൾക്കറിയാം. ആ റസൂലാണ് സഹോദരങ്ങളെ ഇന്ന് ലോകത്ത് കോടാനുകോടി ആളുകൾ ജീവിക്കുന്ന, ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഈ മഹത്തായിട്ടുള്ള ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് കോടാനുകോടി ആളുകൾ പാരായണം ചെയ്യുന്ന, അതുപോലെ തന്നെ എത്രയോ ആളുകൾ ഖൽബിൽ ഹിഫ്ളാക്കിയിട്ടുള്ള ഖുർആൻ അല്ലാഹുവിൽ നിന്ന് നമുക്ക് പാരായണം ചെയ്തു തന്നത് ആ റസൂലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു എഴുത്തും വായനയും അറിയാതെ 40 വർഷക്കാലം ജീവിച്ച ഒരാളെ കൊണ്ട് എങ്ങനെയാണ് ഇസ്ലാം പോലൊരു ദീനിനെ പഠിപ്പിച്ചു തരാൻ പറ്റുക? ഇസ്ലാമിന്റെ നിയമങ്ങൾ, നിസ്കാരം പോലുള്ള ഒരു ഇബാദത്ത് വേറെ ഏതെങ്കിലും മതങ്ങൾക്കോ വേറെ ഏതെങ്കിലും നേതാവിനോ വേറെ ഏതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങൾക്കോ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. നോമ്പ് പോലുള്ള ഒരു ഇബാദത്ത്, സക്കാത്ത് പോലെ കൃത്യമായി കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ഒന്ന്, അനന്തരാവകാശ നിയമം പോലെ ഇത്രയധികം മനുഷ്യർക്ക് നന്മയുണ്ടാക്കുന്ന ഒരു നിയമവ്യവസ്ഥ, അത് അല്ലെങ്കിൽ ഹജ്ജ് പോലെയുള്ള ഒരു ഇബാദത്ത്, അല്ലെങ്കിൽ ജീവിതത്തിൽ പാലിക്കേണ്ട ഓരോ മര്യാദകൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ടോയ്ലറ്റ് പോകുമ്പോൾ എങ്ങനെ പോകണം, ഏത് കാല് വെച്ച് കയറണം, ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം, ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെ പ്രവേശിക്കണം, കിടന്നുറങ്ങുമ്പോൾ എങ്ങനെ കിടന്നുറങ്ങണം, സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, പെരുമാറ്റം എങ്ങനെയായിരിക്കണം, അയൽവാസിയോട് എങ്ങനെയായിരിക്കണം, അതിഥിയോട് എങ്ങനെയായിരിക്കണം, ഇങ്ങനെ തുടങ്ങി ഇത്രയും കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റൂല. ഒരു മനുഷ്യനെ കൊണ്ട് സ്വന്തം ഉണ്ടാക്കാൻ പറ്റൂല. ലോകത്ത് ഏറ്റവും വലിയ അറിവുള്ള, ഭൗതികമായിട്ട് കുറെ അറിവ് നേടിയിട്ടുള്ള ഒരാളെ കൊണ്ട് പോലും പറ്റൂല. അപ്പൊ എഴുത്തും വായനയും അറിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുള്ളത്. ആ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ, ഖുർആനിന്റെ ആശയം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തീർച്ച നിങ്ങൾക്ക് പറയാൻ പറ്റും എന്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, എന്റെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ, ഇസ്ലാം എന്നുള്ളത് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ള വലിയൊരു ഔദാര്യമാണ്. അത് നമ്മൾ കാത്തു സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ, അത് നമ്മളിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നിന്ദ്യതയുടെ ജീവിതമായിരിക്കും നമുക്ക് ഉണ്ടാവുക. ചരിത്രത്തിലൊരു സംഭവം കാണാം. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സൈന്യത്തിന്റെ നേതാവ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ്. അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ കീഴിൽ ഒരു സൈന്യം പോയി ബൈത്തുൽ മഖ്ദിസ് അന്ന് കീഴടക്കി. അങ്ങനെ ബൈത്തുൽ മഖ്ദിസ് കീഴടക്കിയിട്ട്, അതായത് ഇന്നത്തെ ഫലസ്തീൻ, ബൈത്തുൽ മഖ്ദിസിന്റെ ചാവി അവിടുത്തെ പുരോഹിതൻ പറഞ്ഞു, ഞാൻ നൽകുക നിങ്ങളുടെ അമീറിന് അഥവാ ഖലീഫക്ക് മാത്രമേ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ഉബൈദ ഇത് എഴുതി അറിയിച്ചു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഒരു അടിമയെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് വരികയാണ്? ബൈത്തുൽ മഖ്ദിസിലേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന വഴിക്ക് അന്നത്തെ ഷാം, ആ ഫലസ്തീനിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു ചാല് പോലെ വെള്ളത്തിന്റെ ഒരു ഇതുണ്ട്. ആ
അപ്പോ ഈ അടിമയും കൂട്ടി വരുമ്പോ ചില സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തിരിക്കും, ചില സമയത്ത് അടിമയെ ഇരുത്തി ഉമർ റളിയല്ലാഹു അൻഹു നടക്കും. അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ഈ വെള്ളത്തിന്റെ തെറ്റിൽ നടക്കുമ്പോ അടിമ ഒട്ടകപ്പുറത്തുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ, ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ രാജാവാണ്, ഭരണാധികാരിയാണ്. തന്റെ കാലിലെ ചെരുപ്പ്, ഷൂസ് അതുപോലെയുള്ളത് എടുത്തിട്ട് തോളിലിട്ട് നനയണ്ട എന്നുള്ള നിലക്ക് അത് തോളിലിട്ടിട്ട് ഈ വസ്ത്രം കയറ്റി പിടിച്ചിട്ട് നടന്നു വരികയാണ്, നടന്നുണ്ട്. അപ്പൊ ഇത് കണ്ട ഇവിടുത്തെ പുരോഹിതന്മാരും കുറച്ച് ആളുകൾക്ക് ചോദിച്ചു, ആ ഒട്ടകപ്പുറത്തുള്ളതാണോ നിങ്ങൾ ഖലീഫ എന്ന് ചോദിച്ചു. പറഞ്ഞു അതല്ല, നിങ്ങൾ ഖലീഫ താഴത്ത് നടന്നു വരുന്ന ആ ചെരുപ്പിട്ട് നടന്നു വരുന്ന ആളാണ് പറഞ്ഞു. അപ്പൊ അബൂബൈദ റളിയല്ലാഹു അൻഹു അതൊരു അത്രക്കൊരു വിഷമായി. കാരണം ഖലീഫയാണ്, ഒന്നുകൂടി നല്ല ഗാംഭീര്യത്തിൽ വരണമായിരുന്നു. അബൂബൈദ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത്, നിങ്ങൾ എന്താ ഇങ്ങനെ വന്ന്, നിങ്ങൾ ഒന്നുകൂടി നല്ല ഇതിൽ വരാറുന്നില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീയല്ലാതെ വേറെ ആരെങ്കിലാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചാട്ടവാറ് കൊണ്ട് അടിക്കുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു നഹ്നു ഖൗമുൻ, നമ്മൾ ഒരു സമൂഹമായിരുന്നു. ഇന്ന കുന്ന അദല്ല ഖൗമിൻ, നമ്മൾ നിന്ദ്യരായിട്ടുള്ളൊരു സമൂഹമായിരുന്നു. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകിയത് ഇസ്ലാം കൊണ്ടാണ്. അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകിയത് ഇസ്ലാം കൊണ്ടാണ്. അതിനു മുമ്പേ കല്ലിനെയും മരത്തിനെയും ശവത്തിനെയും ഒക്കെ ആരാധിച്ചിരുന്നവർ ഏകനായ ഇലാഹുണ്ട്, റബ്ബുണ്ട്, അള്ളാഹുവാണ് അത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുപോലെ തന്നെ മദ്യവും വ്യഭിചാരവുമായി മുഴുകിയിരുന്ന ആളുകൾ അതെല്ലാം വിട്ട് ഏറ്റവും നല്ല ചാരിത്രശുദ്ധിയുള്ള, ഏറ്റവും നല്ല ഇജ്ജത്തുള്ള ആളുകളായി മാറി. ഇസ്ലാം കൊണ്ടാണ് അള്ളാഹു നമുക്ക് ഇജ്ജത്ത് നൽകിയത്, അല്ലാതെ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ അല്ല. വേറൊന്നിലേക്ക് നമ്മൾ ആ ഇജ്ജത്ത് തേടിപ്പോയി കഴിഞ്ഞാൽ അള്ളാഹു പിന്നെയും നമ്മൾ നിന്ദിക്കുന്നു പറഞ്ഞു. നമ്മൾ റളിയല്ലാഹു പറഞ്ഞ വാക്കാണ്. ഞാൻ പറഞ്ഞത് എന്തിനാന്ന് അറിഞ്ഞോ? നമുക്ക് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനിത് പറഞ്ഞത് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ അനുഗ്രഹത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ വാർത്തകളൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഫലസ്തീൻ പോലെയുള്ള നാടുകളിൽ ഒരുപാട് മുസ്ലിമീങ്ങൾ മുസ്ലിമായതിൻ്റെ പേരിലാണ് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. നിങ്ങൾ വാർത്ത കാണാറില്ലേ, അറിയില്ലേ? എത്രയോ അവരുടെ വീടിന് മുകളിലൂടെ ഏത് നിമിഷവും എന്ത് ബോംബോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് വീഴാം. പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോകുന്നു, ഒരു കുടുംബം മൊത്തം നഷ്ടപ്പെട്ട് കുട്ടികൾ ബാക്കിയാവുന്നു. ഇതൊക്കെ എന്തിൻ്റെ പേരിലാണെന്നറിയോ? മുസ്ലിമായതിൻ്റെ പേരില. അവരെല്ലാവരും കൂടി ഞങ്ങളിനി ഇസ്ലാമൊന്നുമില്ല, എനിക്ക് ഇസ്ലാമൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് അത് വിട്ടിരുന്നെങ്കിൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമോ? ഇല്ല. പക്ഷെ നമുക്ക് നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള അവസരമുണ്ട്. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ആ ദീന് കൊണ്ടു നടക്കണില്ലെങ്കിലോ
ജീവൻ പോയാലും വേണ്ടില്ല, ഞങ്ങൾ ഈ ദീനിൽ തന്നെ ഉണ്ടാകും എന്നുള്ള നിലക്ക് നിൽക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത് ഇവിടെ ജീവിക്കുന്നുണ്ട്. ഒരു ഇസ്ലാം പരിപൂർണമായി ജീവിക്കുന്നവരില്ലാത്തവരെല്ലാം ഉണ്ട്. എന്നാലും മുസ്ലിം ആയതിന്റെ പേരിലാണത്. നമുക്കിവിടെ ഇസ്ലാം കിട്ടിയിട്ട് അതിന്റെ നിയമങ്ങൾ പഠിക്കാനോ പകർത്താനോ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ? എന്താ നമ്മൾ ഇസ്ലാമിന് കൊടുത്തിട്ടുള്ള വില? എന്താണ് നമ്മുടെ സൃഷ്ടാവിന് നാം കൊടുക്കേണ്ട ബാധ്യതകളിൽ നാം എന്താണ് ചെയ്തിട്ടുള്ളത്? നമുക്ക് ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള ഇസ്ലാം അത്രയും മഹത്തരാണ്. നിങ്ങൾക്കറിയോ, ഇസ്ലാമിന്റെ നിയമവ്യവസ്ഥകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ സംരക്ഷിക്കപ്പെടേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങൾ മാത്രമേ ഇസ്ലാമിലുണ്ടാവുള്ളൂ. അഥവാ ഇസ്ലാമിലൊരു നിയമമുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ട് അവന് സംരക്ഷിക്കപ്പെടേണ്ട 5 കാര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളെ ദീനിലുണ്ടാവുകയുള്ളൂ. ഹിഫാവത്തുദ്ദീൻ എന്ന് പറയും അതിന്. 1 ഹിഫ്ലുദ്ദീൻ, 2 ഹിഫ്ലുൽ അഖൽ, 3 ഹിഫ്ലുൻ നഫ്സ്, 4 ഹിഫ്ലുൽ മാൽ, 5 ഹിഫ്ലുൻ നസ്ൽ. അതിൽ ഒന്നാമത്തേത് ഹിഫ്ലുദ്ദീൻ. ഒരാളുടെ വിശ്വാസവും കർമ്മങ്ങളും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ ദീനിലുണ്ടാവും. തൗഹീദിനെ കൊണ്ടുള്ള കൽപ്പന, നിസ്കാരം, നോമ്പ്, അതുപോലുള്ള കാര്യങ്ങൾ. 2 ഹിഫ്ലുൽ അഖൽ, ഒരാളുടെ ബുദ്ധി സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ ദീനിലുണ്ടാകും. അഥവാ മദ്യം വിരോധിച്ചു, ലഹരി വിരോധിച്ചു, ചിന്തിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു, വായിക്കാനും പഠിക്കാനും വേണ്ടി പ്രോത്സാഹിപ്പിച്ചു, അങ്ങനെയുള്ള നിയമങ്ങൾ. 3ാമത്തേത് ഹിഫ്ലുൻ നഫ്സ്, ഒരാളുടെ ജീവൻ സംരക്ഷിക്കും. ഇസ്ലാമിൽ ഒരാളെ അന്യായമായി കൊല്ലാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അങ്ങനെ വേറൊരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊലപാതകയ്ക്കുള്ള ശിക്ഷ, അതുപോലുള്ള കാര്യങ്ങൾ. 4ാമത്തേത് ഹിഫ്ലുൽ മാൽ, സമ്പത്ത് കാത്തു സൂക്ഷിക്കണം. അത് സമ്പാദിക്കാനുള്ള പ്രോത്സാഹനം, സക്കാത്ത് കൊടുക്കാൻ, കട്ടെടുത്താനുള്ള ശിക്ഷ, പലിശ ഹറാമാക്കൽ, അങ്ങനെയുള്ള നിയമങ്ങൾ. 5ാമത്തേത് ഹിഫ്ലുൻ നസ്ൽ, ഒരാളുടെ ചാരിത്ര ശുദ്ധി, പരമ്പര കാത്തു സൂക്ഷിക്കുന്നത്. വിവാഹം പ്രോത്സാഹിപ്പിച്ചു, വ്യഭിചാരം വിരോധിച്ചു, അതിലേക്ക് അടുപ്പിക്കുന്ന ഓരോ കാര്യങ്ങളെയും വിരോധിച്ചു. അങ്ങനെ ഈ നിയമങ്ങൾ മനുഷ്യന് സംരക്ഷിക്കപ്പെടേണ്ട ഈ കാര്യങ്ങൾ സംരക്ഷിക്കുന്ന അവസ്ഥയിലാണ് ഇസ്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കേണ്ട ഒരു ദീൻ നമുക്കിവിടെ ഉണ്ട്. ഏറ്റവും നമുക്ക് നന്മയായിട്ടുള്ള, ഹൈറായിട്ടുള്ള, തൊയ്യീബായിട്ടുള്ള കാര്യങ്ങളുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ചെറുപ്പക്കാരിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഒപ്പമുള്ള ആളുകളിൽ നിങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ, നിങ്ങൾ കേൾക്കുന്നതിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് യൂട്യൂബിലും അതുപോലുള്ള സോഷ്യൽ മീഡിയകളൊക്കെ നിരീശ്വരവാദം, ലിബറലിസം, അതുപോലുള്ള കാര്യങ്ങൾ. എന്താ ഈ ലിബറലിസം എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ചിലപ്പോൾ പേര് വെച്ചിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിൽ ചിലപ്പോ ഒരു തവണയെങ്കിലും അതൊക്കെ വന്നു കയറിയിട്ടുണ്ടാവും. ഈ പെൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ഫെമിനിസം പോലെയുള്ള കാര്യങ്ങൾ. ഇതിനൊക്കെ ആകത്തുക എന്താ അറിയോ? അല്ലാഹു തആല പറഞ്ഞൊരു കാര്യം, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹു ഹവാ, സ്വന്തം ഇച്ഛയെ ഇലാഹാക്കിയവരെ നീ കണ്ടില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നത്. അത് തോന്നിയതുപോലെ ജീവിക്കണം. ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുള്ളൂ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും, ഞാൻ എനിക്ക് തോന്നിയ ഭക്ഷണം കഴിക്കും, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും. എനിക്ക് ആരെയും അനുസരിക്കേണ്ട ആവശ്യമില്ല, ആരുടെയും നിയമങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതുപോലെ ഒരു നിയമവ്യവസ്ഥയ്ക്ക്, ഒരു മതചിട്ടക്ക് അടിസ്ഥാനത്തിൽ ഞാൻ ജീവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയുള്ള ചിന്ത എപ്പോഴെങ്കിലും എന്റെ സഹോദരന്മാർക്കുള്ളിൽ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സ്വയം ചോദിക്കുക, പിന്നെ എന്തേ എനിക്ക് എന്റെ മരണം തീരുമാനിക്കാൻ പറ്റാത്തത്? എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് പറയാൻ പറ്റണ്ടേ എനിക്ക് തോന്നുമ്പോഴേ ഞാൻ മരിക്കുള്ളൂ എന്ന്? പറ്റണ്ടേ? അതായത് എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും എന്ന് പറയുന്ന ഒരാൾക്ക് എന്നും പറയാൻ സാധിക്കണം, എന്റെ ഇഷ്ടത്തിനെ ഞാൻ മരിക്കൂന്നുകൂടി പറയാൻ സാധിക്കണം. അത് പറയാൻ സാധിക്കാത്തടത്തോളം കാലം എന്റെ ഇഷ്ടത്തിനെ ജീവിക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പോട്ടെ, ഇനി പോകണ്ട, അത്രക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ എന്റെ ഇഷ്ടത്തിനെ ഞാൻ മലമൂത്ര വിസർജനം നടത്തുള്ളൂ എന്ന് പറയാനുള്ള ധൈര്യമെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? ഇപ്പൊ ചില ആളുകൾക്ക് ഭയങ്കര അഹങ്കാരമായിരിക്കും. ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, ഇതൊന്നും ഞാൻ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ കാര്യം, എന്റെ ജീവിതം, ഞാൻ അത് മാത്രമേ. ഒരു 4 വട്ടം വയറിളകി പോയി അവിടെ വീഴുവൻ. 4 വട്ടം ശരിക്കൊന്ന് വയറ്റുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ നിൽക്കാൻ വയ്ക്കില്ല അവന്. അവനാണ് അഹങ്കാരത്തോടു കൂടി ഈ വർത്താനം പറയാ. അത് പോട്ടെ, അതും പോട്ടെ. എന്റെ ഇഷ്ടത്തിനെ എന്റെ കണ്ണിമ വെട്ടുകയുള്ളൂ എന്ന് പറയാനുള്ള ധൈര്യമെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? ആലോചിച്ച് നോക്കി, മനുഷ്യൻ എത്ര ദുർബലാന്ന് ആലോചിച്ച് നോക്കി. എന്റെ ഇഷ്ടത്തിനെ എന്റെ കണ്ണിമ വെട്ടുകയുള്ളൂ എന്ന് പറയാനുള്ള ധൈര്യമെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. മനുഷ്യൻ അത്ര ദുർബലനാണ്. ഈ മനുഷ്യന്റെ അറിവോ, ചില മനുഷ്യന്മാർക്കുണ്ട് ഇത്രയും അറിവും പരിജ്ഞാനമുള്ള മനുഷ്യവംശം സ്വന്തം തലയിലുള്ള മുടിയുടെ എണ്ണ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
ഒരു മനുഷ്യന് പറയാൻ പറ്റുമോ? പറ്റൂല, പറ്റില്ല. അവന്റെ ശരീരത്തിൽ എത്ര രക്തം ഒരു ദിവസം ശുദ്ധീകരിക്കണം എന്നുള്ളത് പറയാൻ പറ്റുമോ? പറ്റില്ല, ഒന്നും പറയാൻ പറ്റൂല. അവൻ അത്ര ദുർബലനാണ്. പിന്നെ എന്താണ് അവൻ അഹങ്കരിക്കാനുള്ളത്? അവൻ എങ്ങനെയാണ് അവന്റെ സൃഷ്ടാവിനെ നിഷേധിക്കുക? എങ്ങനെയാണ് എന്റെ തോന്നിയതുപോലെ ഞാൻ ജീവിക്കുമെന്ന് പറയാൻ പറ്റുക? ഒരു നിയമത്തിന് അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നിട്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഞാനത് ചെയ്യില്ല എന്ന് ധിക്കാരം എങ്ങനെയാണ് ഒരാൾക്ക് കാണിക്കാൻ പറ്റുക? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് കേൾക്കുന്ന ഓരോരുത്തരും, ആണും പെണ്ണും ഒക്കെ ആലോചിക്കണം. അത്രയും ദുർബലനായിട്ടുള്ള മനുഷ്യൻ അള്ളാഹുവിന്റെ നിയമത്തിന് കീഴൊതുങ്ങല്ലാതെ, അതും അത്രയും നന്മയായിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്ന് ഈ ലിബറലിസ്റ്റുകൾ പോലെയുള്ള ആളുകൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഓരോ നിയമവ്യവസ്ഥകൾ, ഈ ഫെമിനിസ്റ്റുകൾ സഹോദരിമാർക്ക് ബാധിച്ചിട്ടുള്ള, അവരോട് പ്രത്യേകം പറയേണ്ട കാര്യമാണ്. ഇന്ന് മുസ്ലിം സ്ത്രീകളിൽ പോലും ധാരാളം കയറി കൂടിയിട്ടുള്ളതാണ്. ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല സ്ത്രീകൾക്ക്, ഇസ്ലാമിൽ അടിച്ചമർത്തയാണ് സ്ത്രീകളെ. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് കേൾക്കുന്നവർ ആലോചിച്ച് വെക്കണം. ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകിയ ആളുകളുടെ അവസ്ഥ എന്താണ്? അവരുടെ സ്ത്രീകൾ സുരക്ഷിതരായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ? ലിബറലിസം പറഞ്ഞിറങ്ങിയ സ്ത്രീകൾ ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ചാരിത്രം കാത്തുസൂക്ഷിക്കാനും അവർക്ക് സംരക്ഷണം ലഭിക്കുന്ന എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ന് സമൂഹത്തിൽ വലിയ ഫിത്തനയായിട്ടുള്ള സിനിമയും സംഗീതവും പോലുള്ള കാര്യങ്ങൾ, അതാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും മാതൃകയായിട്ട് ആളുകൾ കാണാറുള്ളത്. അതിനകത്ത് തന്നെ എന്തെല്ലോ കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സ്ത്രീകൾ അവിടെ സുരക്ഷിതരാണോ? അല്ല. അന്ന് ഇസ്ലാം ആലോചിച്ച് നോക്കി. ഇസ്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു സ്ത്രീ, അവൾ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. അവർ ഉപ്പയാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും, ആ സ്ത്രീ ഏത് സ്ഥാനത്താണെങ്കിലും, ഉമ്മയുടെ സ്ഥാനത്താവട്ടെ, ഭാര്യയുടെ സ്ഥാനത്താവട്ടെ, സഹോദരിയുടെ സ്ഥാനത്താവട്ടെ, മകളുടെ സ്ഥാനത്താവട്ടെ, പുരുഷന്മാരുടെ മേലെ ബാധ്യതയാണ് അവളെ സംരക്ഷിക്കണം എന്നുള്ളത്. അവൾക്കുള്ള ഭക്ഷണവും അവൾക്കുള്ള വസ്ത്രവും അവൾക്കുള്ള പാർപ്പിടവും ഒരു പുരുഷൻ നൽകണം എന്നുള്ളത്. ഈ ഫെമിനിസ്റ്റ് സ്ത്രീകളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇന്നത്തെ പെൺകുട്ടികളുടെ അവർ പറയും എനിക്കൊരു സ്വന്തമായി ജോലി വേണം, എന്നിട്ട് എനിക്ക് വിവാഹമൊന്നും വേണ്ട, അതുപോലുള്ള കാര്യങ്ങൾ മതി. നമുക്കറിയോ ജോലി എടുക്കുന്ന പെണ്ണുങ്ങളുടെ അവസ്ഥ? അവരുടെ മേലെയുള്ള സീനിയർ സ്റ്റാഫുകളിൽ നിന്ന് പച്ചത്തെറി കേട്ടിട്ട് കേൾക്കേണ്ടി വരും. അത്രത്തോളം മോശമായിട്ട് നേരിട്ട് കേൾക്കേണ്ടി വരും. ഭർത്താവിൻ്റെ നിന്ന് കുറച്ച് ചീത്ത കേട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഭർത്താവ് സ്നേഹം കൊണ്ടൊക്കെ വരും, അതവർക്ക് പറ്റൂല. വേറെ ഏതോ ഒരാളുടെ നിന്ന് മോശമായിട്ടുള്ള വൃത്തികെട്ട വാക്കുകൾ നമ്മൾ നേരിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. വലിയ സ്ഥാനത്താണെന്ന് വിചാരിക്കുന്ന ജോലിക്കാർ പോലും അവരുടെ മെന്റൽ പ്രഷർ എത്ര വലുതാണെന്നറിയോ? ഒരു കോർപ്പറേറ്റ് കമ്പനിയിലൊക്കെ വലിയ സ്ഥാനത്തുള്ള ഒരാളുടെ ഉണ്ടാവുന്ന മേലുള്ള പ്രഷർ ഒരു സ്ത്രീക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനെ അതൊന്നും കുഴപ്പമില്ല, ഒരു ഭർത്താവിന് കീഴിൽ നിൽക്കാൻ പറ്റൂല. എന്ത് വലിയ വിരോധാഭാസമാണ്. പെൺകുട്ടികൾ ആലോചിക്കണം, പെൺകുട്ടികൾ ചിന്തിക്കണം. ഇസ്ലാം എന്നുള്ളത് ഒരിക്കലുമില്ല ഒരാൾക്ക് സംരക്ഷിക്കപ്പെടേണ്ട എല്ലാം സംരക്ഷിച്ചിട്ട്. നമുക്കൊരു സ്ത്രീ, ആ സ്ത്രീ ഒറ്റയ്ക്ക് ഒരു രാത്രി അടങ്ങുന്ന യാത്ര ചെയ്യാൻ പാടില്ല. മഹറമല്ലാത്ത ഒരാളുടെ കൂടെ അല്ലാതെ ഒരു അന്യപുരുഷനായിട്ട് ഒറ്റക്കാകാൻ പാടില്ല. ആ രീതിയിൽ എല്ലാ ദോഷത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഇസ്ലാമാണോ വലുത്, അതോ സ്വന്തം അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും എന്തും തോന്നിയതുപോലെ ആകാമെന്ന് പറയുന്ന ഈ ലിബറലിസ്റ്റ് ചിന്താഗതികളുടെ, അഥവാ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുമെന്ന് പറയുന്ന ഒരു വാദമാണോ നിങ്ങൾക്ക് നല്ലതായിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു ഒരുക്കിയ ഈ നിയമങ്ങളാണോ, മനുഷ്യൻ അവന്റെ ഇച്ഛ കൊണ്ടുണ്ടാക്കിയ നിയമങ്ങളാണോ ഉത്തമം? ഒരിക്കലുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇസ്ലാമിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. മുസ്ലിം ആയതിന്റെ പേരിൽ അഭിമാനിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ബാക്കിയുള്ള നമ്മുടെ ഒപ്പമുള്ള കുട്ടികൾ വൃത്തികേടുകൾ സംസാരിക്കുമ്പോൾ ഞാനൊരു മുസ്ലിമാണ്, ഞാൻ എന്റെ റബ്ബിന് കീഴൊതുങ്ങിയവനാണ്, എനിക്കിത് പറ്റില്ല എന്ന് മാറി നിൽക്കാൻ നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങൾക്ക് പറ്റുമോ? ബാക്കിയുള്ള കുട്ടികൾ ഹറാമായത് കാണുമ്പോ, ഹറാമായത് കേൾക്കുമ്പോ ഞാനൊരു മുസ്ലിമാണ്, എന്റെ റബ്ബിന് കീഴൊതുങ്ങിയവനാണ്, ഞാനത് ചെയ്യാൻ പാടില്ല. ആരും അറിയാതെ വീടിന്റെ റൂമിനകത്ത് നമ്മൾ വൃത്തികേടുകൾ ആസ്വദിക്കുമ്പോ ഞാനൊരു മുസ്ലിമാണ്, എന്റെ റബ്ബ് എന്നെ കാണുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ നമുക്ക് സാധിക്കുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതാണോ വലുത്? അതല്ല. ഇതുപോലെയുള്ള ബാക്കിയുള്ള ഈ കന്നുകാലികളെ പോലെ ജീവിത ലക്ഷ്യമില്ലാതെ ജീവിക്കുന്ന പോലെ ജീവിക്കാനാണ് വലുത്. മറ്റുള്ള പെൺകുട്ടികൾ അവരുടെ സൗന്ദര്യം കാണിക്കുമ്പോ, അവരെ ചുണ്ടു ചോപ്പിച്ച് നടക്കുമ്പോ, ആളുകൾക്ക് മുമ്പിൽ ശരീരം കാണിക്കുമ്പോ ഞാനൊരു മുസ്ലിമാണ്, അള്ളാഹു എന്നോട് ഇതെല്ലാം മറച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഏറ്റവും ഇസ്ലാമിൽ പഠിപ്പിച്ച ഹിജാബും നിഖാബും ധരിക്കാൻ സാധിക്കുന്നതാണോ? അതല്ല മറ്റുള്ള ആളുകളുടെ മുമ്പിൽ അവർക്ക് തോന്നിയതുപോലെ ആസ്വദിക്കാൻ ശരീരം വിട്ടുകൊടുക്കുന്ന സ്ത്രീകളാണോ നമ്മൾ? ഇസ്ലാം കൊണ്ട് ഇതാണ് ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എനിക്കൊരു റബ്ബുണ്ട്, ആ റബ്ബിന്റെ നിയമം ഞാൻ അനുസരിക്കണം, ആ റബ്ബ് പറഞ്ഞതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അടുത്ത ഘട്ടം അതാണ്. മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ പറഞ്ഞു. 3 ചോദ്യങ്ങൾ. ഒന്ന്, എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഉറപ്പാണ്, നമ്മൾ സ്വയം ഉണ്ടായതൊന്നുമല്ല, നമ്മൾ സ്വയം ഉണ്ടാക്കിയതുമല്ല. 2, എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളത്, അത് ഇസ്ലാമാണ്. അത് ഇസ്ലാമാണ്. മൂന്നാമത്തേത്, ഇനി എങ്ങോട്ടാണ്, ഇനി എന്താണ് ഇതിന്റെ അനന്തരഫലം? അതാണ് സഹോദരങ്ങളെ ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കാത്ത യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. യഖീൻ എന്നുള്ള പദത്തിന് അറബിയിലെ അർത്ഥം ദൃഢത എന്നാണ് അർത്ഥം, ഉറപ്പുള്ള കാര്യം എന്നുള്ള അർത്ഥം. ആ യഖീൻ എന്നുള്ള പദം അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്. എന്തിനാ പറഞ്ഞിരിക്കുന്നതോ? മരണത്തിന് അല്ലാഹ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് യഖീൻ എന്നുള്ളത്. ഹദീസിലും ഈ വാക്ക് വന്നിട്ടുണ്ട്. അതായത് അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണെങ്കിലും നിഷേധിക്കുന്നവനാണെങ്കിലും ആരാണെങ്കിലും ആർക്കും എതിർക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മരണം എന്നുള്ളത്. ഉറപ്പല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും. നമ്മളിപ്പോ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വയനാട് എന്തുണ്ടായി, ഒരു ഉരുൾപൊട്ടലുണ്ടായി. നമുക്കെല്ലാവർക്കും അറിഞ്ഞു. ഞാൻ അന്ന് ആലോചിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു രാത്രി കിടന്നുറങ്ങിയ ഒരു നാട്, നാട്ടുകാർ, കുടുംബങ്ങളൊക്കെ ഉണ്ട്. അതിൽ പല പ്രായക്കാരുണ്ട്. എന്റെ പ്രായമുള്ളവരുണ്ട്, നിങ്ങളുടെ ഓരോരുത്തരെയും പ്രായമുള്ളവരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. രാവിലെ ആവുമ്പോഴേക്കൊരു മാറ്റം വരികയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും. ആ രാത്രിയിൽ അവിടെയുള്ള ആളുകൾ ഏതൊക്കെ തരത്തിലുണ്ടാകും? ചിലപ്പോ ചില ആളുകൾ, മുസ്ലിമീങ്ങൾ, അവർ ചിലപ്പോ ആ സമയത്ത് രാത്രി 1 മണിക്കോ 2 മണിക്കോ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുക, ചില ആളുകൾ എഴുന്നേറ്റ് രാത്രി അള്ളാഹുവിന് മുമ്പിൽ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുണ്ട് വിചാരിക്കുക. ചില ആളുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് വിചാരിക്കുക. ചില ആളുകൾ രാത്രിയുടെ ഇരുട്ടിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന, ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് വിചാരിക്കുക. ചില ആളുകൾ വ്യഭിചാരത്തിലോ അതുപോലുള്ള കാര്യങ്ങളോ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് വിചാരിക്കുക. ഇങ്ങനെയുള്ള ഈ ഒരു കൂട്ടത്തിൽ മൊത്തം രാവിലെ ആവുമ്പോഴേക്ക് അവരുടെ ശരീരത്തിന്റെ തല ഒരു ഭാഗത്ത്, ഉടലൊരു ഭാഗത്ത്, കയ്യൊരു ഭാഗത്ത്, കാലൊരു ഭാഗത്ത്, ഒന്നും ഓരോ നാട്ടിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയ മാറ്റാണ്. ഒറ്റ രാത്രി കൊണ്ടുണ്ടായൊരു മാറ്റാണ്. ഇത് നമ്മുടെ വീട്ടിൽ സംഭവിക്കില്ല എന്ന് വല്ല ഉറപ്പുണ്ടോ? നമ്മൾ ഇന്ന് രാത്രി കിടന്നുറങ്ങി വിചാരിക്കുക, ഉരുൾപൊട്ടലൊന്നും വേണ്ട, ഇനിയിപ്പോൾ അതിനുള്ള ഭൗതികമായിട്ടുള്ള ജോഗ്രഫിക്കൽ ചാൻസസ് ഒന്നും ഇല്ലാന്ന് വെക്കുക. ഭൂമി കുലുങ്ങിക്കൂടെ? ഭൂമി കുലുങ്ങിയിട്ട് എല്ലാം കൂടി വീണൂടെ? അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ദുനിയാവിൽ നടക്കുന്നുണ്ട്? കാറ്റോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? സംഭവിച്ചുകൂടെ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് നമ്മൾ ഉറങ്ങുമ്പോഴാണ്, ഇന്ന് നമ്മുടെ ഉറക്കത്തിലാണ് അത് സംഭവിക്കുന്നത് എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതം എന്താണ് അവസ്ഥ? ഞാൻ പറഞ്ഞ ആളുകളിൽ ഏതു കൂട്ടരിൽ ഉൾപ്പെടുന്നവനാണ് ഉത്തമനായിട്ടുണ്ടാവുക? ഏതു കൂട്ടരിൽ ഉൾപ്പെടുന്നവനാണ് രക്ഷപ്പെടുക? പണ്ട് സൽഫുകളിൽ, മുൻഗാമികളിൽപ്പെട്ട ഒരാള് ഒരു യുവാവിനെ ഉപദേശിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവൻ ഉപദേശിക്കാൻ വേണ്ടി ആ യുവാവിനെ വിളിച്ചിട്ട് ഒരു മക്ബറയിലേക്ക് പോയി. ഒരു ഖബറിന്റെ അടുത്തെത്തിയിട്ട് ചോദിച്ചു, യുവാവിനോട് ചോദിച്ചു, ഈ ഖബറിൽ കിടക്കുന്ന ആള് ഇപ്പൊ എന്താ വിചാരിക്കുന്നുണ്ടാവുക ചോദിച്ചു. ഖബറിൽ കിടക്കുന്ന ആള് ഇപ്പൊ എന്താണ് ആഗ്രഹിക്കുന്നുണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന ആൾ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടാവും ഒന്നുകൂടിയും ദുനിയാവിലേക്ക് വന്നിട്ട് സൽക്കർമ്മം ചെയ്തിട്ട് മരിക്കണം, നല്ല രീതിയിൽ മരിക്കണം എന്നേ ആഗ്രഹിക്കുന്നുണ്ടാവുള്ളൂ പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി, ഉപദേശിക്കാൻ കൊണ്ടുപോയ വ്യക്തി പറഞ്ഞു, നീ ഇപ്പോൾ ആ അവസരത്തിലാണ്. നമ്മൾ ഓരോരുത്തരും നമ്മോട് പറയേണ്ട വാക്കാണ്. നീ ഇപ്പോൾ ആ അവസരത്തിലാണ്. ഇത് അവസാനിക്കുന്ന ഒരു സമയമുണ്ട്. അതിനുശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഒരു അവസരം ലഭിക്കൂല. അതിനുശേഷം അവസരം ലഭിക്കൂല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാവരും മരിക്കും. പറയുന്ന ഞാനും മരിക്കും, കേൾക്കുന്ന നിങ്ങളും മരിക്കും. എങ്ങനെ മരിക്കണം എന്നുള്ളത് തെരഞ്ഞെടുക്കാനുള്ള അവസരം നമുക്കുണ്ട്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിം ആയിക്കൊണ്ടല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ മരിക്കരുത് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിക്കുന്ന അവസ്ഥയിലല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വേഷം, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സ്വഭാവം, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസം, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കർമ്മങ്ങൾ ആ രീതിയിലായിരിക്കണം ജീവിതത്തിൽ എപ്പോഴും. അപ്പോൾ മാത്രമേ മരണം പെട്ടെന്ന് വരുമ്പോ അങ്ങനെ മരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഏതൊക്കെ തരത്തിൽ ആളുകൾ മരിച്ചു പോകുന്നത്, ഏതൊക്കെ തരത്തിൽ. ഇപ്പൊ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ, അവന് ഭാര്യയും കുടുംബമൊക്കെ ഉണ്ട്, വാർത്തയിൽ വന്നതാണ്. അവന് വേറൊരു സ്ത്രീയുമായിട്ട് വ്യഭിചരിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ പോയ സമയത്ത് അതിനെന്തോ സാഹചര്യത്തിൽ, കൃത്യമായിട്ട് വാർത്ത എനിക്ക് ഓർമ്മയില്ല,
അവിടെ വെച്ചിട്ട് മരണപ്പെട്ടു. അവിടെ വെച്ച് മരണപ്പെട്ടു. ഈ ഭാര്യയ്ക്കും കുട്ടികൾക്കൊന്നും അറിയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു മരണമാണത്. ആ ഭാര്യയ്ക്കും കുട്ടികൾക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റൂല. കള്ളു കുടിച്ചിരിക്കുന്ന സമയത്ത് അടിയുണ്ടാക്കി മരിച്ചുപോയ ആളുകൾ, മുസ്ലിം പേരുള്ള ആളുകൾ, അവരുടെ ആ ശവം കള്ള് മണക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ ലഹരി ബാധിച്ച അവസ്ഥയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആളുകൾ മരിച്ചു പോകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം പേരുള്ള ഒരാള് മരിച്ചൊരു അവസ്ഥയാണ്. അവന് തിയേറ്ററിൽ സിനിമ കാണാൻ പോയിട്ട് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ മരിച്ചിരിക്കുന്നു. പക്ഷെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് മരിച്ചു എന്ന് അറിഞ്ഞിട്ട് അവന്റെ ആ ശരീരം എടുത്തിട്ട് ഉറച്ചു പോയിരിക്കുക. എന്താ, മരണപ്പെടുന്ന കോലം അതേപോലെ കുറെ നേരം വെച്ചാൽ ആ കോലത്തിനോട് ഉറച്ചു പോകും. ഇത് നിവർത്താൻ പറ്റാത്ത അവസ്ഥയിൽ ആ കോലത്തിലായിട്ടാണ് അവന്റെ മയ്യത്ത് കിട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു മരണം നമുക്ക് വേണോ? എന്ത് കാര്യമുള്ളത്? എന്തർത്ഥമുള്ളത്? ഒരർത്ഥമില്ല. എന്തിനാ ജീവിതം പിന്നെ എന്താ അവസാനിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം. എന്ത് ചിന്ത? മരണത്തിനെ കുറിച്ചുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, ഏത് മുഅ്മിനാണ് അക്കിയസ് ആയിട്ടുള്ളത്, ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ളത് ചോദിച്ചു. അപ്പോ അക്സറുഹും ലിൽ മൗതി ദിക്റ, മരണത്തിനെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നവനും ആ മരണത്തിന് ശേഷമുള്ളതിന് ഏറ്റവും വിഭവങ്ങൾ ഒരുക്കുന്നവനുമാണ് ഏറ്റവും ബുദ്ധിമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്തായാലും മരിക്കുന്ന ഉറപ്പാണ്. കാരണം ഈ ചിന്തയെ നമ്മളെ തെറ്റിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന ലോകം വളരെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അത്ര വലുതാണ്. നമുക്കറിയാം. പിന്നെ നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, പക്ഷേ നിങ്ങളുടെ അവസ്ഥ പറയാണ്. ഇപ്പോൾ യൂട്യൂബ് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇന്നത്തെ യുവാക്കൾ അധിക സമയം അതിലാണ്. അവരതിൽ കാണുന്ന ഈ ദുനിയാവിന്റെ പിന്നെ അലങ്കാരങ്ങൾ, ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ, പെൺകുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ, മുസ്ലിം പേരുള്ള സ്ത്രീകൾ അവരവരുടെ സൗന്ദര്യം കാണിക്കൽ, അവരുടെ ജീവിതം കാണിക്കൽ, അതുപോലെ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് എന്നും ഉണ്ടാവുക, ദുനിയാവ് എന്നും നിലനിൽക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ചെറുപ്പക്കാർക്ക് വേറെ ഏതെങ്കിലും ആളുകൾ പിന്നെ ആ ജീവിതം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി, ഇപ്പം അയാൾ മരിച്ചുപോയാൽ എന്തായിരിക്കും, ഈ നിമിഷം മരിച്ചുപോയാൽ എന്തായിരിക്കും ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് ഇപ്പോൾ ഒരു കാറിൽ കുറെ ആൾക്കാർ, ചെറുപ്പക്കാർ ആസ്വദിച്ചു പോവുകയാണ്, അവർ മദ്യവും ലഹരിയൊക്കെ ഉപയോഗിച്ച് പോകുന്ന അങ്ങനെ ഒരു വീഡിയോ കാണാൻ വിചാരിക്കുക. അത് ആ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഇടാൻ അവർ ജീവനോടെ ഉണ്ടായതുകൊണ്ടല്ലേ കാണാൻ പറ്റിയത്. ആ പോകുന്ന വഴിക്ക് അവർ അങ്ങനെ ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ടല്ലോ. ആ പോകുന്ന വഴിക്ക് അവർക്കപ്പം മരണം സംഭവിച്ചിരുന്നെങ്കിൽ ഇതെപ്പോഴെങ്കിലും സംഭവിക്കാലോ, എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് ഇതുപോലുള്ള കാഴ്ചകളിൽ നിന്ന് നമ്മുടെ കണ്ണ് അതിലേക്ക് പോകാതെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ജീവിത ലക്ഷ്യത്തിന് തെറ്റിച്ചു കളയും. 2, അങ്ങനെ കാണേണ്ടി വരുമ്പോൾ, അതിലേക്കൊരു ചിന്ത വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, എന്റെ മേലെ ഉറപ്പായിട്ടുള്ള മരണം എനിക്ക് സംഭവിക്കുമല്ലോ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയാണ് നമുക്ക് ആ സമയത്ത് വരേണ്ടത്. ഒരു കാര്യം ഉറപ്പാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അതിനുശേഷം അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് സൂറത്തുൽ അൻകബൂത്തിൽ, തുമ്മ ഇലൈനാ തുർജഊൻ, പിന്നെ നമ്മിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞ ഉപമ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആ കപ്പലിൽ അങ്ങോട്ട് വന്ന് വീണിട്ട് പോലെ ദുനിയാവിൽ വന്ന് വീണല്ലോ, തിരിച്ച് നമ്മൾ ചെല്ലും, നമ്മളിങ്ങോട്ട് പറഞ്ഞയച്ച ആളുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ചോദിക്കും, നിനക്ക് റസൂൽ വന്നിട്ടുണ്ട്, നിനക്ക് എന്റെ കലാമായിട്ടുള്ള ഖുർആൻ വന്നെത്തിയിട്ടുണ്ട്, നിനക്ക് ഇതുപോലുള്ള അവസരങ്ങൾ തന്നിട്ടുണ്ട്, ആണാവട്ടെ പെണ്ണാവട്ടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഓർമ്മപ്പെടുത്തലുകൾ നിനക്ക് ലഭിച്ചിട്ടുണ്ട്, എന്താണ് നീ ചെയ്തത് എന്ന് ചോദിക്കുമ്പോ അന്ന് അള്ളാഹുവിനായിരിക്കും പൂർണ്ണ അധികാരം. അന്ന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല, പറയാൻ പോലും പറ്റൂല. നമ്മൾ കേട്ടു, സ്വർഗവും നരകവും കേട്ടു, വിചാരണയുണ്ട്. ഈ കാര്യങ്ങളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നും നമുക്ക് ഉറപ്പായിട്ട് സംഭവിക്കുന്ന മരണം എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. ആ മരിക്കുന്ന സമയം മുതൽ ഓരോ ഘട്ടത്തിലും അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, മരിക്കുന്ന സമയത്ത്, ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്ത്, വിചാരണയുടെ സമയത്ത്, നരകത്തിൽ കിടക്കുന്ന സമയത്ത് ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താ അറിയോ? ഫർജിഅനാ നഅമൽ സാലിഹ, റബ്ബേ ഞങ്ങളൊന്നും മടക്കി തരുമോ, ഞങ്ങൾ സൽക്കർമ്മം ചെയ്തോളാം. മരിക്കുന്ന സമയത്ത് പറയും. ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് അഖിർന, ഞങ്ങളൊന്ന് വൈകിപ്പിക്കണ റബ്ബേ, ഞങ്ങൾ സൽക്കർമ്മം ചെയ്തോളാം. വിചാരണ ചെയ്യുന്ന സമയത്ത് പറയും, ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു റബ്ബേ, ഞങ്ങൾക്കൊരു അവസരം മടക്കിത്തായോ. നരകത്ത് കിടന്ന് ഉറവിളി കൂട്ടി അവർ പറയും, ഞങ്ങൾ ഒന്നത് പുറത്താക്കണ റബ്ബേ, ഞങ്ങൾ നന്നായിക്കോളാം. ഇത് അവസരമാണ്.
ഈ ജീവിതം ഒരു അവസരമാണ്. നിങ്ങളുടെ ഒരു പ്രായം അതിലും വലിയ അവസരമാണ്. എനിക്കറിയാം, നിങ്ങളൊരു 13-25 ഇടയിലുള്ള ഈ പ്രായത്തിലുള്ള ജീവിതത്തിലൊരു മാറ്റത്തിന്, ഒരു തീരുമാനത്തിനുള്ള ഏറ്റവും നല്ല അവസരത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും, ആണും പെണ്ണും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ഈ ലോകത്ത് കാണുന്ന നിലനിൽക്കാത്ത, നശിക്കാൻ പോകുന്ന, ഒരിക്കലും നിലനിൽപ്പില്ലാത്ത ഈ ലോകത്തിന്റെ കളിയിലും തമാശത്തിലും വഞ്ചിതരാകാതെ നിലനിൽക്കുന്ന പരലോകത്തേക്ക് വേണ്ടി സൃഷ്ടാവായ അള്ളാഹുവിനു വേണ്ടി കാര്യങ്ങളുടെ എല്ലാം അധികാരപ്പെടുത്തിയിട്ടുള്ള ആളുകൾക്ക് സമ്പത്ത്, ഇന്ന് കാലത്ത് വലിയ ഒരു രോഗമാണ് സമ്പത്തിനോടുള്ള ആർത്തി എന്നുള്ളത്. സമ്പത്ത് ആവശ്യമാണ്, അള്ളാഹു ആ ഹലാലായ രീതിയിൽ സമ്പാദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കാര്യങ്ങളുടെ അധികാരം, നിയന്ത്രണം ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. ഒരിക്കലും സമ്പത്ത് കൊണ്ടല്ല ഒരാൾക്ക് കാര്യം നടന്നു കിട്ടുന്നത്. സമ്പത്ത് ഒരു മാർഗം മാത്രമാണ്. കാര്യം നടക്കുന്നത് അള്ളാഹുവിന്റെ കയ്യിലാണത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അള്ളാഹുവിന്റെ കഴിവും അറിവും നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ആളുകളൊക്കെ ആ ഒരു അസുഖം നമുക്ക് ബാധിക്കാൻ പാടില്ല. ആ ഒരു അസുഖം ഒരിക്കലും നമുക്ക് ബാധിക്കാൻ പാടില്ല. നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കണം, ഈ ലോകം മൊത്തം എനിക്കെതിരായാലും അള്ളാഹു വിധിച്ചതല്ലാതെ എനിക്ക് സംഭവിക്കില്ല. ഈ ലോകം മൊത്തം എനിക്ക് സഹായിക്കാനായിട്ടുണ്ടായാലും അള്ളാഹു വിധിച്ചതല്ലാതെ എനിക്ക് സംഭവിക്കില്ല എന്ന് പറയാൻ അള്ളാഹുവിൽ ദൃഢമായ വിശ്വാസം നമുക്ക് വേണം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആകെ തുക നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. അല്ലാതെ കന്നുകാലികളെ പോലെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. ആ ലക്ഷ്യം മനസ്സിലാക്കണമെങ്കിൽ 3 കാര്യങ്ങൾ: ഞാൻ എവിടെ നിന്ന് വന്നു എന്നുള്ള ചിന്ത എപ്പോഴും വേണം. ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. ഞാൻ എങ്ങോട്ടാണ് എൻ്റെ മടക്കം എന്നുള്ള ചിന്തയും ഉണ്ടാകണം. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ചിന്ത ഇതുവരെ ഉണ്ടാകാത്ത, അല്ലെങ്കിൽ ഇപ്പോഴാണ് ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് എന്ന് മനസ്സിൽ തോന്നിയിട്ടുള്ള ഏതെങ്കിലും വിദ്യാർത്ഥിനികൾ ഉണ്ട് എങ്കിൽ ഈ ക്യാമ്പിൽ പിരിഞ്ഞു പോകുമ്പോൾ ഇതൊരു അവസരമായിട്ട് നിങ്ങൾ എടുക്കണം. ഇനി ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഉപദേശം ലഭിക്കണമെങ്കിൽ വ്യക്തിപരമായിട്ടും ഇവിടുത്തെ ഉസ്താദുമാരോട് സംസാരിക്കാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. നാളെ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരവും നിങ്ങൾക്കിവിടെ ഉണ്ട്. ഇവിടെ വന്നിട്ട് ചോദിച്ചാൽ മതി, എന്താണ് സംസാരിക്കേണ്ട വിഷയം എന്നുള്ളത് സംസാരിച്ചാൽ മതി. സ്ത്രീകൾക്ക് ആ ഭാഗത്തും ചെയ്യാവുന്നതാണ്. ഞാൻ അത് പറഞ്ഞത്, ചില ആളുകൾക്ക് ഇപ്പോൾ ആദ്യമായിരിക്കും ഈ ചിന്ത വന്നിട്ടുണ്ടാവുക. ചില ആളുകൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും. ചില ആളുകൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ജീവിതത്തെ ലക്ഷ്യമുണ്ട് അല്ലേ എന്നുള്ളത് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക. അവർക്ക് ജീവിതത്തിൽ ഇനി മുന്നോട്ടും ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി അവരൊരു നിയ്യത്ത് വെക്കണം, ശ്രമിക്കണം. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല കൈവിടില്ല. അള്ളാഹുവിലേക്കൊരു അടിമ പശ്ചാത്തപിച്ച് മടങ്ങുക എന്ന് പറഞ്ഞാൽ ലല്ലാഹു അശദ്ദു ഫർഹൻ, അള്ളാഹു ഏറ്റവും സന്തോഷിക്കുന്ന കാര്യമാണത്. ഒരടിമ ഞാൻ തെറ്റിപ്പോയി, ഞാൻ ഇന്ന പാപങ്ങളൊക്കെ സംഭവിച്ചു പോയി, ഞാനിത് ഇനി മുതൽ നിന്നെ അനുസരിച്ച് ജീവിച്ചോളാം റബ്ബേ എന്ന് പറഞ്ഞ പാപം ഏറ്റു പറഞ്ഞ് എനിക്ക് പുറത്തു നൽകണം എന്ന് പറഞ്ഞൊരു അടിമ വരുമ്പോ അള്ളാഹു ഏറ്റവും അധികം അതിൽ സന്തോഷിക്കുന്നവനാണ്. അതുകൊണ്ട് അവസരമാണ് അത് ഉപയോഗിക്കുക. ഈ ക്യാമ്പ് അങ്ങനെ ഒരു മാറ്റത്തിന് ഒരു കാരണമായി നമ്മുടെ ജീവിതത്തിൽ മാറും. ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റത്തിന് കാരണമാകുന്ന ഒരു ക്യാമ്പായിട്ട് അള്ളാഹു തആല ഇതിനെ മാറ്റട്ടെ. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമെല്ലാം അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അനുസരിക്കുന്ന ഏറ്റവും നല്ല അടിമകളായി അള്ളാഹു നമ്മെ മാറ്റുകയും ആ രീതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആളുകളായി അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് തുടർന്ന് പോകണമെങ്കിൽ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ ക്യാമ്പ് കഴിഞ്ഞാലും ദീനിയായിട്ടുള്ള സദസ്സുകളിൽ പങ്കെടുക്കുന്ന, ദീനിയായിട്ടുള്ള സുഹൃത്തുക്കളോടൊപ്പം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകണം. പലപ്പോഴും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, പലപ്പോഴും നമ്മൾ നമ്മുടെ കൂട്ടുകാരോടൊപ്പമൊക്കെ ആവുമ്പോൾ നമുക്ക് തോന്നും ഇവരൊക്കെ എന്നും നമ്മുടെ ഒപ്പം ഉണ്ടാവും, എല്ലാവരും നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഇല്ല, ഒരിക്കലുമില്ല. നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റക്കായിരിക്കും. ഒരാളും നമ്മുടെ ഒപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മുടെ എത്ര വലിയ ഉറ്റമിത്രമാണെങ്കിലും ഉമ്മിപ്പിയും പോലും ഉണ്ടാവൂല. പിന്നെയാണ് കൂട്ടുകാർ. അതുകൊണ്ട് ഈ തിന്മയ്ക്ക് ക്ഷണിക്കുന്ന കൂട്ടുകെട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ തിന്മകളിലേക്കും ദീനിൽ നിന്ന് തെറ്റിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു തരുന്ന അതുപോലുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കി ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ദീന് പഠിക്കുന്ന, കേൾക്കുന്ന, കൂടുതൽ അറിയാൻ താല്പര്യം കാണിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.